പരിചിതമായ ജീവിത പരിസരങ്ങളിൽ നിന്നും പരാജിതരായ മനുഷ്യരെ ഒരു ഭൂത കണ്ണാടിയിൽ എന്ന പോലെ അയാൾ നമുക്ക് മുന്നിൽ ഇത്തിരി വലിപ്പത്തോടെ തന്നെ നിർത്തി. ബൗദ്ധിക വ്യായാമങ്ങൾ എഴുത്തിന്റെ പടിപ്പുരയ്ക്ക് പുറത്തു നിർത്തിയ ചുറ്റുമുള്ള ഓരോ സാധാരണക്കാരനോടും ലോഹ്യം പറഞ്ഞ എത്രയോ തനിയാവർത്തനങ്ങൾ അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചു. കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ടപ്പോഴും കന്മതങ്ങൾക്കായി താഴ്വരകളിൽ ചേക്കേറിയപ്പോഴും കണ്ണീരുപ്പ് കലർന്ന മിഴികളുമായി തിരശീലയിൽ നമ്മെ വരവേറ്റപ്പോഴും അയാളുടെ നായകന്മാർക്കായി ക്ലാസും മാസും ഒരുപോലെ കൈയടിച്ചു. മേലെടുത്ത് രാഘവൻ നായരും സേതുമാധവനും ബാലമാഷും ഭാനുവും റോയിയും ആന്റണിയും അലിയാരും ചന്ദ്രുവും സരോജിനിയും കല്ലിയൂർ ഗോപിനാഥനും വാറുണ്ണിയും വിദ്യാധരനും ബാബുവും ശശികുമാറും തുടങ്ങിയ എത്രയെത്ര കഥാപാത്രങ്ങൾക്കാണ് അദ്ദേഹം വിജയജാതകം എഴുതിവെച്ചത്. കഥകളുടെ എഴുതാപ്പുറങ്ങൾ ബാക്കിയാക്കി കാലമെന്ന സൂത്രധാരൻ പൊടുന്നനെ മടക്കി വിളിച്ച അനശ്വരനായ ചലച്ചിത്ര പ്രതിഭ. ഓർമ്മകളിൽ എന്നും ലോഹിതദാസ്. ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ഒരു ചോക്ക് കഷ്ണം അന്വേഷിച്ചു പോയ കഥയുണ്ട്. നിന്റെ എല്ലാ സങ്കടങ്ങളും തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളാണല്ലോ നമ്മളെയൊക്കെ ജയിപ്പിക്കുന്നത്. ഒന്നാന്തരം തിരക്കഥകൾ എഴുതിയിരുന്ന തോപ്പിൽ ഭാസിയും പത്മരാജനൊക്കെ നമ്മളെ വിട്ടു പോയി. MTയും ടീതാമരനൊക്കെ വല്ലപ്പോഴും മാത്രമേ എഴുതുന്നുള്ളൂ. വാണിജ്യപരതയും കലാമൂല്യവും കൂട്ടിമുട്ടാത്ത രണ്ട് പാളങ്ങൾ പോലെ, അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം കൂട്ടിമുട്ടിയിരുന്ന അവസ്ഥയിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത മലയാള സിനിമയിൽ മധ്യവർത്തി സിനിമകൾക്ക് തുടക്കം കുറിച്ചത് ഒരുപക്ഷെ പത്മരാജൻ, ഭരതൻ തുടങ്ങിയ പ്രതിഭകളാണ്. അതിനുശേഷം 80കളുടെ തുടക്കത്തിൽ വലിയ കലാമൂല്യമുള്ള ചിത്രങ്ങൾ തന്നെ ഏറ്റവും വലിയ ജനപ്രീതിയുള്ള ചിത്രങ്ങളാക്കി മാറ്റാം എന്ന് നമുക്ക് കാണിച്ചു തന്ന സംവിധായകരുടെ എണ്ണത്തിൽ പ്രഥമഗണനീയൻ. മലയാളി എന്നും ഓർക്കുന്ന, ഓമനിക്കുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന നിരവധി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സംവിധായകൻ, സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനത്തോടെ സിബി മലയിൽ സാർ. സാർ, സ്വാഗതം നമ്മുടെ ഷോയിലേക്ക്. ലോഹിതദാസ് സാറിനെ കുറിച്ച് ഇത്തരത്തിലൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ആദ്യം വരേണ്ട ഒരാൾ സിബി മലയിൽ സാർ തന്നെയാണ്. ശ്രീനേട്ടൻ എഴുതിയ, പ്രിയദർശൻ സാർ എഴുതിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്യുന്നതിനിടയിൽ ലോഹിതദാസ് എന്നൊരു പുതിയ എഴുത്തുകാരനെ മലയാള സിനിമയിലേക്ക് തനിയാവർത്തനത്തിലൂടെ കൊണ്ടുവന്നത് സിബി സാറായിരിക്കും. ചിലപ്പോൾ മറ്റെവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തീർച്ചയായും എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു കാണൽ, എങ്ങനെയായിരുന്നു ലോഹിതദാസ് സാറ് സിനിമയിലേക്ക് വന്നത്? എൻ്റെ ഒരു അറിവിൽ അദ്ദേഹം നാടക പ്രവർത്തകനായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതെ, സിന്ധു ശാന്തമായി ഒഴുകുന്നു മറ്റു പറയുന്നൊരു നാടകത്തിന് സംസ്ഥാന പുരസ്കാരം നേടിയിരിക്കുന്നു. അതിനുശേഷമാണ് സിനിമയിലേക്ക് വന്നത്. സാർ എങ്ങനെയാണ് ലോഹി സാറിനെ കണ്ടെത്തിയത്? ലോഹിയെക്കുറിച്ച് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് തിലകൻ ചേട്ടനാണ്. അതിനു മുമ്പ് ഞാൻ ചെയ്ത രാരീരം എന്ന സിനിമയിൽ തിലകൻ ചേട്ടനൊരു ചെറിയ വേഷത്തിൽ ചെയ്തിരുന്നു. അതിന് ഡബ്ബിങ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡബ്ബിങ് തിയേറ്ററിൽ നിന്ന് പുറത്ത് വന്നിട്ട് അദ്ദേഹം ആ ഡബ്ബ് ചെയ്ത ഭാഗം വെച്ചിട്ട് എൻ്റെ വർക്കിനെ കുറിച്ചുള്ള ഒരു അപ്രീസിയേഷൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയൊരു എഴുത്തുകാരനെ ഞാൻ പരിചയപ്പെടുത്താം, നാടകം എഴുതുന്ന ആളാണ്, നിങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ലോഹി എന്നെ വിളിക്കുകയാണ് എൻ്റെ ലാൻഡ് ഫോണിലേക്ക്. അപ്പോൾ ഞാൻ ലോഹി എടുത്ത് പറഞ്ഞു, ഞാൻ 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ പാലക്കാട് ഒരു സിനിമയുടെ ഡിസ്കഷന് വേണ്ടി വരുന്നുണ്ട്, അപ്പോൾ അവിടെ വന്ന് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ പാലക്കാട് വന്നാണ് ലോഹി എന്നെ കാണുന്നത്. പാലക്കാട് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ ഞാനും ശ്രീനിയുമായിട്ട് വേറൊരു ഡിസ്കഷൻ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ റൂമിലേക്ക് അദ്ദേഹം ആ ഹോട്ടലിലേക്ക് എന്നെ കാണാൻ വരുന്നു. അദ്ദേഹം അന്ന് വന്ന ആ ആദ്യ കാഴ്ചയിൽ തന്നെ എന്നോട് 3 കഥകളാണ് പറയുന്നത്. 3 കഥ പറഞ്ഞു? 3 കഥകൾ ഒന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. 3 കഥകൾ ഒരുപാട്. ആദ്യം പറയുന്ന ആധാരം എന്ന പേരിൽ പിന്നീട് വന്ന സിനിമയുടെ പിന്നീട് മഹായാനം, അങ്ങനെ 3 കഥകൾ ഒരുമിച്ച് പറഞ്ഞു. ഇപ്പം 3 നമ്മളെ ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാത്ത വിധത്തിൽ 3 ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കഥകളായിരുന്നു. 3 സിനിമയായി കാലത്തിൽ. അതെ. അപ്പോൾ പിന്നീട് അദ്ദേഹം ഞാൻ അന്ന് ശ്രീനിയുമായിട്ടുള്ള ആ സിനിമയുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് ഇത് കഴിഞ്ഞൊരു പ്രോജക്റ്റിലേക്ക് ചെയ്യാമെന്ന് തോന്നി. പക്ഷേ ശ്രീനിയുമായിട്ടുള്ള പ്രോജക്റ്റ് പിന്നെ സംഭവിച്ചില്ല. അതിൻ്റെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ചെറിയ പിന്മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പിന്നീട് ശ്രീ മമ്മൂട്ടി എൻ്റെ അടുത്തേക്ക് 2
എഴുത്തുകാരെ പറഞ്ഞു വിട്ടു. അവർ പറഞ്ഞ കഥയിൽ ഒരു കഥാപാത്രം മമ്മൂട്ടിക്ക് താല്പര്യമുണ്ട്. ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലെ കൂടെ പോകുന്നൊരു കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് മമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കഥയൊന്ന് കേട്ട് നോക്ക്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സിനിമയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു, അവരുടെ കഥ കേട്ടു. പക്ഷേ ആ കഥ എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആയിട്ട് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല കഥ കൊണ്ട്. പക്ഷേ മമ്മൂട്ടി അതിനകത്ത് വല്ലാതെ ഇൻവോൾവ്. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ കഥയൊന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്നെ അന്ന് വന്ന് കണ്ട ഇയാളുടെ ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാൻ അയാളെ അന്വേഷിച്ചിട്ട്, ഇയാളുടെ വീടറിയില്ല, ചാലക്കുടി ഭാഗത്തുള്ളൊരു നാടകക്കാരെന്ന് മാത്രമേ അറിയാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് ഒരു വൈകുന്നേരം, അടുത്ത ദിവസം വിഷുവാണ്, അപ്പം പ്രൊഡ്യൂസർക്ക് അന്ന് രാത്രി ശബരിമലയ്ക്ക് പോകണം. അതിനു മുമ്പ് ഇയാളെ കണ്ട് പിടിച്ചാൽ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു കാറിൽ ഞങ്ങൾ ചാലക്കുടി ഭാഗത്തേക്ക് പോയി. ചാലക്കുടി അടുക്കാറായപ്പോഴത്തേക്ക് ഒരു മുറുക്കാങ്കടയിൽ നിർത്തി ചോദിച്ചു, ഈ നാടകമൊക്കെ എഴുതുന്ന ലോഹിതദാസിൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ അവർ പറഞ്ഞു, കുറച്ചുകൂടെ അങ്ങോട്ട് പോയി ഒരു പേഴ്സൺ ഡിസ്റ്റിലറി കാണും, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്, മുരിങ്ങൂർ എന്ന സ്ഥലത്തിൻ്റെ പേര്. അങ്ങോട്ട് കയറുമ്പോൾ വലതുവശത്ത് ഒരു കലുങ്ക് കാണും, ആ കലുങ്കിൽ അയാളുടെ വീട് അതിന് മുമ്പിലാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ കലുങ്കിൽ രണ്ടുപേരും ഇരിപ്പുണ്ട്. അപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങി. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ ഞങ്ങളെ വണ്ടി കൊണ്ട് നിർത്തി പറഞ്ഞ് ഇറങ്ങി വാടാന്ന് പറഞ്ഞു. ഒരു വെള്ള അംബാസഡർ. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ഇയാളെന്ന് അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ മുഖമ്പത്തോട് കാണാനുള്ളൊരു അടുത്തെത്തിയിട്ടില്ല. അപ്പം ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അയ്യോ സാറായിരുന്നു, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വെള്ള അംബാസഡറുണ്ട്, അയാൾ വരുമെന്ന് വിചാരിച്ചിട്ട് അയാളെ വെയിറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തെ കാണുകയും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതാണ് ആവശ്യം, ഇപ്പം തന്നെ എൻ്റെ കൂടെ ഒന്ന് എറണാകുളത്തേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹം പെട്ടിയും 5-6 ദിവസത്തേക്കുള്ള തുണിയൊക്കെ എടുത്തിട്ട് വന്നതാണ്. അങ്ങനെ എറണാകുളത്തേക്ക് വന്ന് ഹോട്ടലിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കഥയാണ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് എനിക്കിപ്പോൾ തൃപ്തികരമായ ഒരു രീതിയിലല്ല ഉള്ളത്, അതൊന്ന് മാറ്റി ശരിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ആ കഥ കേട്ടിട്ട് പറഞ്ഞു, ഇതിനൊന്നും ചെയ്യാനില്ല, കാരണം ഇത് എനിക്ക് ശരിയാക്കാൻ പറ്റുന്നൊരു കഥയല്ല, പക്ഷേ എൻ്റെ കയ്യിൽ ഇത്തരം ഒരു കഥാപാത്രമുണ്ട്, അത് വെച്ചൊരു കഥ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രാത്രിയും പകലും കൊണ്ട് അദ്ദേഹം ആലോചിച്ചെടുത്തിട്ട് പറഞ്ഞ കഥയാണ് തനിയാവർത്തനമായി മാറിയത്. ബാലമാഷ് എന്ന കഥാപാത്രം ആ വെള്ള അംബാസഡറിൽ കലിങ്കിൽ നിന്ന് ഇറങ്ങി കയറി ഉടുപ്പെടുത്ത് കുപ്പായമെടുത്ത് വന്നത് പിന്നീട് മലയാള സിനിമയിലെ ഒരുപാട് നല്ല ചിത്രങ്ങൾ, ഒരുപാട് കഥാസന്ദർഭങ്ങൾ, കഥാപാത്രങ്ങൾ, കഥാപശ്ചാത്തലങ്ങളെല്ലാം നമുക്ക് സമ്മാനിച്ച ഒരു വലിയ എഴുത്തുകാരനാണ്, സംവിധായകനാണ്. ആ സംവിധായകൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഓർമ്മകളാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്ക് കൂടുതൽ കേൾക്കാം. ഓർമ്മയിൽ നിന്നും ലോഹിതദാസ്, സിബി മലയിൽ സർ. സാർ, പിന്നീട് ഈ ലാലേട്ടൻ ഈ നാടുവാഴികൾ പോലെയുള്ള പടമൊക്കെ ഇറങ്ങിയിട്ട് വളരെ സൂപ്പർ സ്റ്റാർ ആയിട്ട് അദ്ദേഹത്തിന്റെ ഇമേജ് ഒരു നല്ല സ്റ്റാർഡത്തിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് കിരീടം എന്ന് പറയുന്ന സിനിമ വരുന്നത്. അപ്പം സിനിമയുടെ ഒരു ഇക്വേഷനിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ഹീറോ ജയിക്കുന്നതാണ്, അല്ലെങ്കിൽ ഹീറോ എല്ലാ തിന്മകളെയും അവസാനിപ്പിക്കുന്നിടത്ത് ആ സിനിമ തീരും. വേണമെങ്കിൽ കീരിക്കാടൻ ജോസിനെ വിജയകരമായി അവസാനിപ്പിക്കുന്നിടത്ത് കിരീടത്തിലെ ഹീറോയ്ക്ക് നിൽക്കാം. പക്ഷെ അവിടുന്ന് കഥ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുന്നുണ്ട്. അയാള് പോലീസ് സ്റ്റേഷനിൽ ഇവരെ സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് വരെ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു ജീവിതത്തിൽ പരാജിതനായി പോകുന്ന ഒരു നായകന് അന്ന് കാലത്തൊരു സംശയം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതിനെ ഒരു ഇമേജ് വൈസ് അത് ബാധിക്കും എന്നുള്ളത്? എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം ലോഹിയുടെ എഴുത്ത് അത്രമാത്രം ശക്തമായിരുന്നു. ആ സിനിമ തുടങ്ങുന്ന മൊമെൻറ്റിൽ നിന്ന് ആ സിനിമ അവസാനിക്കുമ്പോഴത്തേക്കും ഈ ഒരു കഥാപാത്രം വളർന്നു വരുന്നൊരു ഗ്രാഫ് വളരെ വ്യക്തമാണ്. കാരണം അച്ഛൻ്റെ ഒരു സ്വപ്നമാണ് സിനിമ തുടങ്ങുന്നത്. മകൻ പോലീസുകാരനായി വന്ന് അച്ഛനെ സല്യൂട്ട് ചെയ്യുന്നൊരു പോലീസ് ഇൻസ്പെക്ടറിൽ നിന്ന് ആ സ്വപ്നത്തിൽ നിന്നും സിനിമ അവസാനിക്കുന്നത് ഇപ്പോൾ പിഷാരടി പറഞ്ഞതുപോലെ ഈ അവിടുത്തെ KD ലിസ്റ്റിൽ നിന്നും ഒരാളുടെ ഒരു സ്പോട്ടിലേക്ക് എത്തുകയാണ്. അപ്പം ഒരു പോലീസ് ഓഫീസറിൽ നിന്നും ഒരു ക്രിമിനലായിട്ട് ആ കഥയുടെ അവസാനത്തിലേക്ക് എത്തുന്ന ഒരു നായകനാണ്. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു അക്കാലത്തെ നമ്മുടെ നായക സങ്കല്പങ്ങളോട് ചേർന്ന് നിൽക്കാത്തൊരു പര്യവസാനം ആ സിനിമയിലുണ്ട്. നായകൻ പരാജിതനാകാൻ, തോറ്റുകൊടുക്കാൻ, കീഴടങ്ങാൻ പോയൊരു നായകനാണത്. ഒരു ചാവേർ മനസ്സുമായിട്ടാണ് അയാൾ ആ മാർക്കറ്റിൽ പോയിരിക്കുന്നത്. അതിൻ്റെ വിതരണക്കാരായ ആൾക്കാർ ആ കഥ കേട്ടിട്ട് അവരത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം അവർ പറയുന്നത് മോഹൻലാലിനെ പോലൊരു സൂപ്പർ ഹീറോ വന്നിട്ട് എന്നെ കൊന്നോളൂ, തല്ലിക്കോളൂ എന്ന് പറയുന്നിരിക്കുന്നത്
പ്രേക്ഷകർ അംഗീകരിക്കില്ല എന്നല്ലോ. അതിന് ലോഹിതദാസ് പറഞ്ഞ മറുപടി, എൻ്റെ നായകന്മാർ പരാജിതരാണ്, തോൽക്കുന്നവരാണ്. അതുകൊണ്ട് ഈ കഥാസന്ദർഭം അല്ലെങ്കിൽ ക്ലൈമാക്സ് മാറ്റിക്കൊണ്ട് ഈ സിനിമ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അവർക്കത് വഴങ്ങേണ്ടി വന്നു. അതാണ് പിന്നീട് ചരിത്രം ആയി മാറിയ. അതെ, ഇത്രയും കാലം കഴിഞ്ഞ് നമുക്ക് ചോദിക്കേണ്ടുന്ന ഒരു സിനിമയായിട്ട് അത് മാറിയിരിക്കുന്നത്. ഈ ഇപ്പം പല സിനിമകളൊക്കെ നിർത്തുമ്പം ഒരു രണ്ടാം ഭാഗത്തിന്റെ സൂചനയിൽ നിർത്താറുണ്ട്. ഒരു രണ്ടാം ഭാഗം വരും, നിങ്ങൾക്ക് ഈ കഥയുടെ ബാക്കി അറിയണമെങ്കിൽ ഇതിന്റെ രണ്ടാം ഭാഗം കാണണം എന്നൊക്കെ പറയാറുണ്ട്. കിരീടത്തിന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു രണ്ടാം ഭാഗം ഉണ്ടായെങ്കിലും ഈ കിരീടം എന്ന ചിത്രം നടക്കുന്ന സമയത്തോ തീരുന്ന സമയത്തോ രണ്ടാം ഭാഗം ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥയായിട്ട് തന്നെ കാണുകയും അത് എഴുതുകയും അത് ഷൂട്ട് ചെയ്യുകയും അത് തിയേറ്ററിലെത്തുകയും വലിയ വിജയമായി തീരുകയൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകണം എന്നുള്ളൊരു ചിന്തയോ ആഗ്രഹമോ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ യാത്രകൾക്ക് ഒരിക്കലാണ് ഞാനും അതിൻ്റെ നിർമ്മാതാവായ ഉണ്ണിയും ലോഹിതദാസും കൂടെ ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് ഇങ്ങനൊരു ആലോചനയെക്കുറിച്ച് ഒരു ചിന്ത തുടങ്ങുന്നത്. ലോഹിതദാസ് സാറിനും അന്നാണ് ഈ ആലോചന. അതിനു മുമ്പ് ഞങ്ങൾ അതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. എനിക്കൊന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് അതിൻ്റെ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആലോചിച്ചു, ഇയാൾ ജയിലിൽ പോയി ഒരു 7 വർഷം അയാൾ ജയിലിൽ കിടന്ന ശേഷം അയാൾക്ക് ജാമ്യം കിട്ടി അല്ലെങ്കിൽ ശിക്ഷ ഇളവ് കിട്ടി പുറത്തു വരുമ്പോൾ അയാളുടെ ജീവിതം എങ്ങനെ മാറിയിരിക്കുമെന്നുള്ളത്. അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഈ സേതുമാധവനും അച്യുതൻ നായരും ഒക്കെയും അതിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ മലയാളികൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണെന്ന രീതിയിൽ തന്നെ അവരെ കാണാൻ തുടങ്ങി. അവർക്ക് പരിചയമുള്ള ആരാണ് ഇവരൊക്കെ, ഉറപ്പായിട്ടും നമ്മുടെ അയൽവാസികൾ ആരോ ആണ്, നമ്മുടെ പരിസരത്തുള്ള ആരോ ആണെന്നൊക്കെ അവർ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിൽ കയറി പറ്റിയ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇവർക്കിപ്പോൾ എന്താണ് അവരുടെ ജീവിതം എന്താണ് എന്നുള്ളൊരു അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്കും ആകാംക്ഷയുണ്ട് ആ ഒരു കഥാപാത്രങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. ആ ഒരു ആലോചനയിൽ നിന്നാണ് നമ്മൾ ചെങ്കോൽ എന്ന് പറയുന്നതിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഉള്ള ആലോചന തുടങ്ങിയത്. ഈ സിനിമയുടെ ഒരു കഥ, തിരക്കഥ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും കിരീടത്തു നിന്ന് തന്നെയാണ് ഒരു ചോദ്യം ചെയ്യുന്നത്. ഇപ്പം അച്യുതൻ നായർ രാത്രി ഇങ്ങനെ റോന്ത് ചുറ്റുന്നു, ഒരു കടത്തിണ്ണയിൽ ടോർച്ച് അടിക്കുന്നു, കടത്തിണ്ണയിൽ നിന്ന് എണീക്കുന്നു, അല്ലെ നടന്നു പോകുന്നു. ഒരു പാട്ടിനിടയിൽ വരുന്ന ഒരു മൊണ്ടാജ് പോലെ വരുന്ന ഒരു സംഭവമാണ്. അത് കഥയിലോ തിരക്കഥയിലോ ഉണ്ടാവണോ അതോ പാട്ടിലുണ്ടാവണോ എന്നറിയില്ല. ഇത്തരം സന്ദർഭങ്ങൾ പാട്ടിലൊക്കെ വന്നു പോകുന്ന സൈസ് മൊണ്ടാജുകളൊരു ഒന്നിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചുണ്ടാക്കിയിട്ടുള്ളതാണോ പലപ്പോഴും? ഇല്ല, ഒരു പൊതുവായ ധാരണ ചിലപ്പോൾ എഴുതി വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ കിരീടത്തിലെ ഈ പാട്ട്, കണ്ണീർ പൂവിൻ്റെ എന്ന് പറയുന്ന പാട്ടിന് അങ്ങനെ കൃത്യമായൊരു സ്ക്രിപ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല, എഴുതപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും ഞങ്ങൾ കാഷ്വലായിട്ടൊക്കെ സംസാരിക്കും, പക്ഷേ ഇന്നതായിരിക്കണമെന്ന് പറയുന്ന കൃത്യമായൊരു സീക്വൻസ് ഉണ്ടാകത്തില്ല. അത് ഞാൻ ആ കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഈ കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഈ കിരീടത്തിൻ്റെ പാട്ട്, കണ്ണീർ പൂവിൻ്റെ പാട്ട് തുടങ്ങുന്നത് ഇയാളെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഇയാൾ അമ്മയടുത്ത് പറയുന്നുണ്ട്, ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനി എന്തായിത്തീരുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അയാൾ അമ്മയുടെ അടുത്ത് നിന്ന് ഇറങ്ങി നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം സ്കൂളിൽ ചെന്നിട്ട് ഇയാൾ ദേവി എന്ന് പറയുന്ന ഇയാളുടെ മുറപ്പെണ്ണ് വിവാഹം കഴിക്കാമെന്ന സ്ത്രീയെടുത്ത് അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നിടത്തുനിന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്. അത്രയും വരെ എഴുതപ്പെട്ടിട്ടുള്ളൂ. പിന്നീട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ, ഇയാൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ഇയാളുടെ ജീവിതം എന്തായിരുന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ആ വിഷ്വൽസിലേക്ക് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെയൊക്കെ ജീവിതം എന്താകുന്നു എന്നുള്ളതാണ്. ദേവി കല്യാണം കഴിച്ചു പോകുന്ന ആ സമയത്ത് അച്ഛനും അമ്മയും ഇങ്ങനെ വീട്ടിൽ മകൻ തിരിച്ചു വരാത്തൊരു മകനെ ആലോചിച്ചുള്ള അവർ നീറുന്ന അവരുടെ അവസ്ഥകൾ, അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ സന്തോഷമായ അനുഭവങ്ങൾ, ഇതിലൂടെ കടന്നു പോയിട്ടാണ്. അപ്പോൾ വളരെ സ്വാഭാവികമായ ഒരു സാഹചര്യം നമുക്ക് ഇവർ തമ്മിൽ കണ്ടുമുട്ടാവുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത്, അച്ഛനൊരു പോലീസുകാരനാണ്, അയാളിപ്പോൾ ഒരു നൈറ്റ് ബീറ്റിന് പോകാറുണ്ട്, അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട്. ഇവർ കിടക്കാനൊരു ഇടവില്ല, ഇവർ ഏതൊക്കെ കടത്തിണ്ണയിലായിരിക്കും കിടക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് അവർ വെച്ച് കണ്ടുമുട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ രംഗത്തിലേക്കൊക്കെ എത്തുന്നത്. ആദ്യം ഇതിന്റെ ഈണമൊക്കെ വേറെ ഏതോ പ്ലാൻ ചെയ്തു പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ, നമ്മൾ ഇതിനകത്ത് 2 പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പാട്ട് മോഹൻലാലും പാർവതിയും ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഒരു പ്രണയഗാനമാണ്. അവരുടെ വിവാഹം വീട്ടുകാർ മുറപ്പെണ്ണ നിലയിൽ നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഇടയിലും അവരുടെ ചില തമാശകളും കണ്ടുമുട്ടലുകളും കളിചിരികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സീനുണ്ട്, ഇവർ
അകത്തിരുന്ന് ഒരു ഞായറാഴ്ച അച്ഛനും അമ്മാവനും എല്ലാം കൂടെ കയറി ഇരുന്ന് മദ്യപിക്കുമ്പോൾ ജനലിനപ്പുറം വന്ന് നിന്നത് കാണുന്ന പാർവതിയും മോഹൻലാലുമുള്ള കഥാപാത്രങ്ങളുണ്ട്. അവിടേക്ക് കടന്നു വരുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, ഇതേ ഇവൻ കട്ട് തിന്നുകയാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഓടിപ്പോകുന്നിടത്തു നിന്നാണ് ആ പാട്ട് തുടങ്ങേണ്ടത്. അങ്ങനൊരു പാട്ടുണ്ടായിരുന്നു, ആ പാട്ട് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ആ 2 പാട്ടുകൾ, പിന്നെ ഈ രണ്ടാമത്തെ കണ്ണീർ പൂവെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പാട്ട് കൂടെയാണ്. ആ പാട്ട് ആദ്യം നമ്മൾ ഈ കമ്പോസ് ചെയ്ത ആ പ്രണയഗാനമാണ്. ആ പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കമ്പോസ് ചെയ്ത് നല്ല പാട്ടാണെന്നുള്ളൊരു തോന്നൽ വരുന്നപ്പോൾ ലോഹി പറഞ്ഞു, നമുക്ക് ഈ പാട്ടിൻ്റെ താളമൊന്ന് താഴ്ത്തി പിടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ജോൺസൺ പറഞ്ഞു, ഇങ്ങനെയല്ല, ഈ പ്രണയഗാനമല്ല, അതിന് ടെമ്പോയിൽ തന്നെ പോകണം, അല്ലെങ്കിൽ താഴ്ത്തി പിടിച്ചാൽ അത് ഡള്ളായി പോകുന്നു പറഞ്ഞു. അപ്പോൾ ലോഹി പറഞ്ഞു, ഒന്ന് പാടി നോക്കുക, ഒന്ന് താഴ്ത്തി പിടിച്ചൊന്ന് പാടി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ടെമ്പോ ഒന്ന് കുറച്ചിട്ട് ജോൺസൺ പാടി. അപ്പോഴൊന്നും നമുക്ക് ലോഹി എന്താണ് ഉദ്ദേശിക്കുന്നത് കൈതപ്പുറം ഇരിപ്പിട്ട് ഞങ്ങൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. താഴ്ത്തി പാടിയപ്പോഴത്തേക്ക് ഇതിനേക്കാൾ നേരത്തെ കേട്ടതിനേക്കാൾ ആസ്വാദ്യതയുള്ള ഒരു രസമുള്ളൊരു ട്യൂണായിട്ട് അത് മാറി. അപ്പോൾ ലോഹി പറഞ്ഞു, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കണ്ണീർ പൂവായി മാറുന്നത്. കണ്ണീർ പൂവിൻ്റെ ട്യൂൺ അങ്ങനെ ഉണ്ടാകുന്നത്. പിന്നീട് ആദ്യത്തെ സിറ്റുവേഷന് വേറൊരു പാട്ടുണ്ടാക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയിലെ ഈ 2 പാട്ടുകളും ഉണ്ടായത്. ഒറ്റ ദിവസത്തെ കമ്പോസിങ്ങിലാണ് ഈ 2 പാട്ടും ഉണ്ടാകുന്നത്. ഒരു പക്ഷേ പല സിനിമാ നടന്മാരോടൊപ്പം സ്ഥലപ്പേരുകൾ ഉണ്ടാകാം. ഒരു നടൻ ഒരിടത്ത് നിന്നതിൻ്റെ പേരിൽ ആ പേര് ആ സ്ഥലത്തിനുണ്ടായേക്കാം. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി എന്ന് പറയുന്ന പ്രദേശത്ത് ഈ പാട്ടിൽ ലാലേട്ടൻ നടന്നു പോകുന്ന ആ സ്ഥലം, ആ ഒരു പടം ഇറങ്ങിയതിന് ശേഷം കിരീടം പാലം എന്ന പേരിൽ ഒരു ജിയോഗ്രഫിക്കൽ ലാൻഡ്മാർക്കായി മാറി എന്നുള്ളത് തന്നെയാണ് ആ കഥയും കഥാപാത്രങ്ങളുമെല്ലാം നമ്മൾ ഓരോ മലയാളിയോടും എത്ര ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവ്. നമുക്ക് ഒരാളെ കൂടി ഈ അവസരത്തിൽ ലോഹി സാറിൻ്റെ ഓർമ്മകളിലേക്ക് ക്ഷണിക്കാം. നമുക്ക് സല്ലാപവും കുടമാറ്റവും സമ്മാനിച്ച ഒരു സംവിധായകൻ, അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ, നമുക്ക് പ്രിയപ്പെട്ട സംവിധായകൻ, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, സുന്ദർദാസ്. നമസ്കാരം സാർ. നമസ്കാരം. ആദ്യ സിനിമയിൽ ലോഹിയേട്ടൻ്റെ സ്ക്രിപ്റ്റ് കിട്ടുകയാണ്. അത് ആ സമയത്ത് ഒരു ഇത്തിരി പാടുള്ളൊരു കാര്യമല്ലേ ആയിരുന്നില്ലേ? എങ്ങനെയാണ് അത്? ലോഹിദാസ് സാറിനെ സുന്ദർദാസ് സാർ അപ്രോച്ച് ചെയ്യുമായിരുന്നോ? ഒരു കഥയുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു നിങ്ങളത് വരെ? ലോഹിയുമായിട്ട് എനിക്കുള്ളൊരു ബന്ധം 1978 മുതലുണ്ട്. 1978 മുതൽ ഞങ്ങളൊരു സൗഹൃദമുണ്ട്. 85-ലാണ് സിബി സാറിൻ്റെ തേനാവർത്തനം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അപ്പം ഈ തേനാവർത്തനം മുമ്പ് ലോഹി ഞാനും സിനിമയിലേക്ക് അങ്ങനെ കയറിപ്പറ്റാവുന്ന ഒരുപാട് ആലോചനകളൊക്കെ നടന്നത്. അത് വലിയൊരു നീണ്ട കഥയാണ്. അപ്പോൾ തേനാവർത്തനം കഴിയുന്നു, അത് വലിയൊരു സക്സസ് ആവുന്നു. ഒരു തുടർച്ചയായിട്ട് സിബി സാറിൻ്റെ സിനിമകൾ, എഴുതാപ്പുറങ്ങൾ, വിചാരണ, അങ്ങനെ മുദ്ര, അങ്ങനെ സിനിമകൾ വരുന്നു. അങ്ങനെ ഹിസൈനസ് അബ്ദുള്ള എന്നുള്ള സിനിമ ആലോചന നടക്കുന്ന സമയത്ത് അവിടെ അതിനൊരു പാലസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഈ സിബി സാറായിട്ട് ആരായിട്ടും കഥ പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ സുഹൃത്ത് ഫലത്തിൽ ഇതിൻ്റെ ഒരു കഥയുടെ ഒരു 1 ലൈൻ, ഇങ്ങനെ ഒരു കഥയാണ് എന്ന് പറയും. ഒരു പാലസ് വേണമെന്ന് പറഞ്ഞിട്ട് കവളപ്പാറ പാലസ് എന്നുണ്ട്, ഷൊർണൂരുള്ള ഒരു പാലസ് കാണാനായിട്ട്. അന്ന് ഞാൻ സിനിമയിൽ വന്നിട്ടില്ല. അതിന് പോകുന്നു. പക്ഷെ കവളപ്പാറ പാലസ് എന്നല്ലാതെ അതിനൊരു കൊട്ടാരത്തിൻ്റെ ഒരു പരിവേഷമൊന്നുമില്ല. അത് ഒരുപാട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന. തിരിച്ചു വരുന്നൊരു വടക്കാഞ്ചേരി സ്റ്റേന്ന് ലെവൽ ഇതുണ്ട്, ഗേറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ഞാനൊരു ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കായിരുന്നു. അപ്പോൾ പണ്ടേ മുതലിങ്ങനെ സിനിമയോടുള്ളൊരു താല്പര്യവും ആഗ്രഹമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടു നടന്നതാണ്. ലോഹി വലിയ സ്ഥിതിയിലെത്തി. അപ്പോൾ എന്നോട് പഴയ ആഗ്രഹം എപ്പോഴും നിലവിലുണ്ടോയെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഇരുന്ന് അവിടെ കായവർത്തകം മേടിച്ച് കഴിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ആഗ്രഹമാണ്. ഇപ്പം ഞാൻ വിവാഹിതനാണ്. ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സൊക്കെ ചെയ്യാൻ, ഞാനൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ടൊരു ഡയറക്ടർ കീഴിൽ ഇങ്ങനെ ചീത്തയൊക്കെ ആയിട്ട് നിൽക്കാറൊന്നും എനിക്ക് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതല്ല, തേനാവർത്തനം സിബി മലയിലുണ്ട്. അദ്ദേഹം അങ്ങനെ ഷൗട്ട് ചെയ്യുകയോ ചീത്ത പറയുകയോ ഒന്നൊരാളല്ല. എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സിനിമ പറ്റില്ല. ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയുടെ ഒരു പടം ഞാൻ ചെയ്യുന്നത്, കിരീടം ഉണ്ണിയുടെ പടം. അത് മാലയം എന്നുള്ള സിനിമയാണ്. അതിൽ തന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് സിബി മലേൻ്റെ കൂടെ ആക്കാം എന്ന് പറയുന്നു. അങ്ങനെ ലോഹി മുഖേന ഞാൻ സിബി സാറിൻ്റെ അസിസ്റ്റൻ്റ് ആവുന്നു. അതിന് സിബി സാറിൻ്റെ കൂടെ ഒരു 14-15 പടം ഞാൻ അസിസ്റ്റൻ്റായിട്ടും പിന്നീട് ലാസ്റ്റ് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. മിക്കവാറും ലോഹിയുടെ പടങ്ങൾ തന്നെയായിരുന്നു. 5-8 പടങ്ങൾ ലോഹിയുടെ തന്നെയായിരുന്നു. ഭരതം, കമലതളം, വളയം, അങ്ങനെ.
അപ്പോൾ ഒരു പടം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കമലകളം കഴിഞ്ഞ് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് മദ്രാസിലെ ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഊണ് കഴിച്ചിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഒരു സിനിമ ചെയ്യണ്ടേ? ഞാനൊന്നും സിനിമ ചെയ്യാറായിട്ടില്ല, ഇത്രയും പടങ്ങളായില്ല, ഞാൻ എന്താ കൂടുതൽ പഠിക്കാമല്ലോ, ഞാൻ അതായിട്ടില്ല. അങ്ങനെ അത് പറഞ്ഞു പോകുന്നു. അങ്ങനെ സിന്ദൂര എന്നുള്ള സിബി സാറിൻ്റെ പടം ഷൂട്ടിങ് കഴിഞ്ഞ്, അത് രഘുനാഥ് പലേരി സാറാണ് ചെയ്തത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ ഫോണിൽ വിളിക്കുന്നു. അപ്പോൾ എന്നോട് നേരത്തെ ഭൂതക്കണ്ണാടിയുടെ ഒരു എലമെന്റ് പറഞ്ഞിരുന്നു. ഭൂതക്കണ്ണാടി എന്ന് പറഞ്ഞാൽ ലോഹി ചെയ്യാനിരുന്ന സിനിമ, ആദ്യം ഡയറക്റ്റ് ചെയ്ത സിനിമ, ലോഹി ചെയ്യുന്ന സിനിമ. അപ്പോൾ എന്നോട് നമുക്കൊരു പടം December 31 സെൻസർ ചെയ്യണമെങ്കിൽ 31 മുമ്പ് സെൻസർ ചെയ്യണമല്ലോ, മറ്റേ അവാർഡിനയക്കണം എന്ന് ഷൂട്ടിങ് തുടങ്ങണം. ഞാൻ ഒരു സെപ്റ്റംബർ ആദ്യമൊക്കെ തുടങ്ങിയാൽ നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ കൂടി എന്നാൽ നമ്മളൊരു സിനിമ. അപ്പോൾ എൻ്റെ വിചാരം ലോഹി ചെയ്യാൻ പോകുന്ന വിദ്യാധരൻ്റെ അല്ല ഈ വിദ്യാധരൻ വാച്ച് നന്നാക്കുന്ന വിദ്യാധരൻ്റെ കഥ ചെയ്യണം എന്നോട് അസോസിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് പുള്ളി പറഞ്ഞു, ഞാൻ എഴുതുന്നു, നീ സംവിധാനം ചെയ്യുന്നു. ഞാൻ എനിക്കിപ്പം പറ്റില്ല, പേടിയുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ട്രിവാൻഡ്രത്ത് നടക്കുകയാണ്. ഞാൻ ഈ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ പോകുന്നു. ലോഹിയുണ്ട്, സിബിസാർ അവിടെ കോട്ടേജിൽ താമസിക്കുന്നു, സത്യേട്ടനൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു ദിവസം സിബിസാറിൻ്റെ കോട്ടയിലേക്ക് നേരെ കാലത്ത് ചെന്നു. അത് റെഡി ആവുന്നുള്ളൂ ഈ സിനിമകൾ കാണാൻ. ഞാൻ ലോഹി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പറയുന്നുണ്ട്. സാർ പറഞ്ഞു, എനിക്കറിയാം, കിരീട ഉണ്ണിയല്ലേ ചെയ്യുന്നത്. അപ്പം എനിക്കൊരു ധൈര്യമില്ല, ഞാൻ ചെയ്യടോ, തനിക്ക് ചെയ്യാൻ പറ്റും എന്ന് സാറിൻ്റെ ഒരു മാനസികമായ ധൈര്യമാണ് ഞാൻ ഈ സിനിമ ചെയ്യാനായിട്ട് കാരണമാണ്. അങ്ങനെ ഒരു ലളിതമായ കഥ എന്ന് പറഞ്ഞിട്ടാണ് സല്ലാപം എന്നുള്ള സിനിമ വരുന്നത്. അതിലൂടെ ഒരു നായകൻ, പുതിയ നായികയൊക്കെ ഫസ്റ്റ് പടത്തിൽ തന്നെ അങ്ങനെയുണ്ടല്ലോ, ഒരു നായകനെ കൊണ്ടുവരുന്നത്. അവർ അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നായകനും നായികയൊക്കെ വരുന്നു. ജോൺസൺ മാസ്റ്റർ അതിമനോഹരമായ ഗാനങ്ങൾ. ഒരാളിപ്പം ലോഹിതദാസിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കും. കാണാം. നമസ്കാരം. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ആള് ആരാണെന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരിൽ ഒരാൾ തീർച്ചയായിട്ടും ലോഹി സാറാണ്. ഞാൻ ലോഹി സാറിനെ ആദ്യമായിട്ട് കാണുന്നത് സല്ലാപത്തിന്റെ സ്ക്രീൻ ടെസ്റ്റിന് അല്ലെങ്കിൽ ഓഡീഷന് വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ നേരിട്ട് കണ്ടപ്പോഴാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചും കഥാപാത്രത്തിനെ കുറിച്ചും ഒക്കെ പറയുന്നതിനോടൊപ്പം എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി അല്ലെങ്കിൽ അത്ഭുതം തോന്നിയ ഒരു കാര്യം, ഓരോ സീനും ഒരു കഥാപാത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ സിനിമയിലുള്ള കഥാപാത്രത്തിന്റെ ഭാഗം മാത്രമല്ല, ആ കഥാപാത്രം ജനിച്ചത് തൊട്ടുള്ള ഓരോ ഘട്ടവും അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട്, ഇപ്പൊ സല്ലാപത്തിലെ രാധ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രാധ ജനിച്ചത് എവിടെയാണ്, രാധയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഇഷ്ടങ്ങളും ദേഷ്യങ്ങളും വാശികളും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് വരെ ലോഹി സാറിന് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ പോലെ ഒരു പുതുമുഖ നടിക്ക് അതൊരു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. ലോഹി സാറിന്റെ 3 കഥാപാത്രങ്ങൾ ആണ് എനിക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. സല്ലാപം, തൂവൽ കൊട്ടാരം, കന്മദം. ഇന്നും ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്ന പ്രേക്ഷകരിൽ എല്ലാവരും ഒരു എന്താ പറയുക, ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കഥാപാത്രം കന്മദത്തിലെ ഭാനുവാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ കഥാപാത്രങ്ങൾ എന്നെ പോലെയുള്ള വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു നടിക്ക് വിശ്വാസത്തോടെ നൽകിയ ലോഹി സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സല്ലാപം ഇറങ്ങുന്നത് ഹിറ്റ്ലറും കാലാപാനിയും ദേവരാഗവും ഒക്കെ കൂടെ തിയേറ്ററിൽ വരുന്ന സമയത്താണ് ഇത്രയും പുതുമുഖങ്ങളൊക്കെ ഉള്ള ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമ വരുന്നതും അത് അത്രയും ജനപ്രീതിയിലേക്ക് എത്തുന്നതും. തിരിച്ച് ഇപ്പൊ ഇതിനിടെ ഭരതത്തിനെ പറ്റി ഒരു വരി പറഞ്ഞു പോയല്ലോ, ഞാൻ എല്ലാവർക്കും കേട്ടിട്ടുണ്ട്. അത് വേറൊരു സിനിമ ചെയ്യാനിരുന്നിട്ട് അതിന്റെ കഥ അതുപോലത്തെ ഒരു സിനിമ വന്നു എന്ന് പറഞ്ഞിട്ട് ചുരുങ്ങിയ അങ്ങനെയല്ലേ, 5-6 ദിവസം കൊണ്ട് വീണ്ടും ഒരു കഥ ഉണ്ടാക്കി ചെയ്തതാണ് ഭരതം എന്നുള്ള സിനിമ എന്ന് പറയുന്നു. വീണ്ടും ഒരു സംശയമാണ് ചോദിക്കുന്നത്. ഈ ഭരതത്തില് ഞാൻ സിനിമ കാണുമ്പോൾ തോന്നുന്ന സംശയമാണ്. ഇപ്പം വേണിച്ചേട്ടനെ കാണാതെ പോയ ശേഷം ഒരു ബൂത്തിൽ കയറി ഇങ്ങനെ പല പല സ്ഥലങ്ങളിലൊക്കെ വിളിക്കും. അപ്പോൾ ഒരു വീട്ടിൽ വിളിച്ചു ചോദിച്ചിട്ട് അവിടെ ഉണ്ടോ, ഇല്ല നീ ചോദിച്ചിട്ട് വെക്കുന്നതിന് മുമ്പ് വീണ്ടും ലാലേട്ടൻ അപ്പം കല്യാണത്തിന് വരൂല്ലേ എന്നും പറഞ്ഞ്, കാരണം ഒരു കല്യാണം നടക്കുന്നുണ്ട് അവിടെ, അത് ചോദിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കാണുമ്പോൾ ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും ആ വീട്ടിലുള്ള എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം രാജേന്ദ്രൻ ചേട്ടൻ ആക്ടർ കയറി വന്നിട്ട് നേരെ ജയറാമേട്ടനോട് എന്തോ വഴക്കുണ്ടാക്കുന്ന ആ പ്രശ്നത്തിനൊക്കെ ഇടയിൽ ഫ്രെയിമിന്റെ മൂലയ്ക്ക് നിൽക്കുന്ന ഒരു ലളിത ചേച്ചി, നീ കഴിച്ചാണോടാ, ഇല്ലെങ്കിൽ ഇരുന്ന് കഴിക്ക് എന്ന്
പറയുന്നുണ്ട്. അപ്പം ചില എഴുത്തുകാരുടെ സിനിമ കാണുമ്പോൾ അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ആ എഴുത്തുകാരനെ പോലെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ലോയി സാറിന്റെ തിരക്കഥയും സംഭാഷണവും വായിക്കുമ്പോൾ ഓരോ കഥാപാത്രവും അതിനപ്പുറത്തേക്കുന്നവരും ഇപ്പുറത്തേക്കുന്നവരെയൊക്കെ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് അതുപോലെ സ്ക്രിപ്റ്റിലുള്ളതാണോ ഈ കാര്യങ്ങളെല്ലാം അത് എഴുതുമ്പോൾ? അതെ അതെ. ലോഹിയുടെ സ്ക്രിപ്റ്റിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അത്ര കൃത്യതയോടെ അദ്ദേഹം ഓരോ കഥാപാത്രങ്ങളെയും ഈ നേരത്തെ ഇപ്പം മഞ്ജു പറഞ്ഞതുപോലെ കൃത്യമായ ഒരു രൂപം അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. ഈ കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലം, പൂർവ്വകഥ, അയാളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഈ കഥാപാത്രത്തെ രൂപപ്പെടുത്തുന്നത്. അല്ലാതെ ആ സിനിമയുടെ ആ കഥാസന്ദർഭത്തിന് വേണ്ടിയിട്ടൊരു കഥാപാത്രത്തെ രൂപപ്പെടുത്തി എടുക്കുകയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോഹിയുടെ ഓരോ ഡയലോഗുകളും കൃത്യതയോടെ തന്നെ പറയേണ്ടി വരും. അവർക്ക് നമുക്കൊരിക്കലും പലരും സാധാരണ ചില സിനിമകളിലൊക്കെ ആക്ടേഴ്സ് വന്നിട്ട് ഞാൻ ഇങ്ങനെയൊന്ന് മാറ്റിക്കോട്ടെ, ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ ലോഹി എഴുതുമ്പോൾ ലോഹി കടന്നു പോകുന്നത് ഓരോ കഥാപാത്രത്തെയും ലോഹി അഭിനയിച്ചുകൊണ്ടാണ്. കണ്ണാടിയുടെ മുമ്പിൽ പോയി അഭിനയിച്ച് കരഞ്ഞും ചിരിച്ചും ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥകളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഓരോ ഡയലോഗും എഴുതുന്നത്. അതിൽ നിന്ന് ഒരു വലിയ ഒരു വാക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ആ എഴുതിയതിൻ്റെ എല്ലാ പൂർണ്ണതയും ഇല്ലാതായി പോകും. 5-6 ദിവസം കൊണ്ടൊരു സിനിമ ആലോചിക്കുക, അല്ലെങ്കിൽ ഇപ്പം ബാക്കിയിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ കാണുന്ന പല സിനിമകളും 25 ദിവസം, 30 ദിവസം, പരമാവധി 50 ദിവസം അല്ലെ. ഭരതൊക്കെ എത്ര ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും? ഭരതം കഥ 5-6 ദിവസമൊന്നുമില്ല, 2 മണിക്കൂർ കൊണ്ടാണ് ഒരു കഥ ആലോചിക്കുന്നത്. രാവിലെ 9 മണിക്ക് ഈ കഥ മാറ്റണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് 1 മണിക്കൂറിൽ ഈ പുതിയ കഥ തീരുമാനിക്കുന്നു. അത് എഴുതാനായിട്ട് ആ കഥ തീരുമാനിച്ച് 4-ാം ദിവസം ഷൂട്ടിംഗ് തുടങ്ങി. 4-ാം ദിവസം ഷൂട്ടിംഗ്, കഥ തീരുമാനിച്ച് ഈ കഥയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളൊരു പൂർണ്ണ രൂപം പ്രൊഡ്യൂസറായ മോഹൻലാലിൻ്റെ അടുത്തും അതിനെ ഡിസ്ട്രിബ്യൂട്ടറോടും പറഞ്ഞ ശേഷം നമ്മൾ 23-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് തീരുമാനിച്ച കഥ 27-ാം തീയതി രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ എഴുതി വരുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ തമ്മിലായതുകൊണ്ട് ഉള്ള ഒരു കൺവീനിയൻസ് ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട്. അപ്പോൾ 27-ാം തീയതി തുടങ്ങിയ ഷൂട്ട് ഏതാണ്ട് 30-ൽ താഴെ ദിവസം. കാരണം ഇതിൻ്റെ റിലീസ് ഡേറ്റ് തീരുമാനിക്കപ്പെട്ടു പോയി. ഈ പ്രണവം ആർട്സിൻ്റെ സിനിമകളെല്ലാം മാർച്ച് ലാസ്റ്റ് വെള്ളിയാഴ്ച, മാർച്ച് അവസാനത്തെ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുമെന്നുള്ളത് തിയേറ്ററുകളുടെ ഡേറ്റ് നേരത്തെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളതാണ്. ജനുവരി 27-ാം തീയതി ഷൂട്ട് ചെയ്യുന്നു, ഫെബ്രുവരി ഒരു 20-25 വരെ ഷൂട്ട് ചെയ്യുന്നു. 1 മാസത്തോളം ഷൂട്ട് ചെയ്തു. അത് കൂടാതെ ഇതിനകത്തെ പാട്ടുകളിൽ കുറേ പോർഷൻസ് നമ്മൾ മദ്രാസിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ കഥ തീരുമാനിച്ച് ഏതാണ്ട് 30-60-ൽ താഴെ ദിവസങ്ങൾക്കുള്ളിൽ ഇത് തിയേറ്ററുകളിലെത്തുകയാണ്. അതൊരു ഗിന്നസ് ബുക്ക് റെക്കോർഡെന്ന് പറയാം. അല്ല, ഇതേ സാധിച്ചതാണ്, ചെയ്തു കഴിഞ്ഞതാണ്. എനിക്ക് സ്വാഭാവികമായിട്ട് ഇതിന്ന് ബാക്കിയിട്ട് ചിന്തിക്കുമ്പോൾ ഇത് എങ്ങനെ പറ്റി, 30 ദിവസമുണ്ട്, 5 ദിവസമുണ്ട്, ഇതെങ്ങനെ പറ്റിയെന്ന് ചോദിക്കാം. അന്ന് ഇതെങ്ങനെ പറ്റിപ്പോയെന്ന് എപ്പോഴെങ്കിലും സാറിനൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് അന്ന് സാധിച്ചതെന്നുള്ളത്? ഇല്ല, അതല്ലാതെ മാർഗമല്ലോ. 2 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഒന്നെങ്കിൽ ഈ പ്രോജക്റ്റ് ടോട്ടലി മാറ്റി വെക്കണം. അപ്പോൾ തിയേറ്ററുകളുടെ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ മാറും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ലാൽ അതിന് തയ്യാറുമാണ്. ലാൽ പറഞ്ഞു നമ്മുടെ സ്വന്തം പടമല്ലേ, നമുക്ക് മാറ്റി വെക്കാം, ഇത് അല്ലെങ്കിൽ ഇനിയുള്ള പ്രോജക്റ്റുകളെ ബാധിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് 2-4 മണിക്കൂർ സമയം തരും, ഉച്ചയ്ക്ക് 1 മണിക്കൂർ മുമ്പ് ഞാനൊരു കഥ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞു. പക്ഷേ 1 മണിക്കൂറിൽ കഥ കിട്ടിയതുകൊണ്ട് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ എഴുതി വരുമ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് ഓരോ ഘട്ടത്തിൽ. ഒരു ദിവസം രാവിലെ ലോഹിയാണെന്ന് പറയും, ഇന്നിപ്പോൾ ഒരു പാട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. ഒരു പാട്ടിൻ്റെ സിറ്റുവേഷൻ വന്ന്, ഈ പാട്ടെന്ന് പറയുന്നത് നിസ്സാര പാട്ടല്ല, ഇത് ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ പാട്ടുകളാണ്. ഓരോ പാട്ടിനും 6 മിനിറ്റ് 7 മിനിറ്റ് 8 മിനിറ്റൊക്കെ ദൈർഘ്യമുള്ള പാട്ടുകളാണ്. ഗോപാംഗനയുണ്ട്, രാമകഥാ ഗാനലയുണ്ട്, ശ്രീവിനായക സ്റ്റേജിൽ വെച്ച് പാടിയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ആ കഥാപാത്രത്തിന്റെ രഘുവംശവധ ഒരു പേരെഴുതുമ്പോ ഒരു പാട്ടും കൂടെ ഉണ്ടല്ലോ, ധ്വനിപ്രസാദം എന്നൊക്കെ പറയുന്ന ഒരു കീർത്തനം പോലത്തെ ധ്വനിപ്രസാദം. അതെ, അതുകൊണ്ട് ഇത്രയും പാട്ടുള്ള പടമാണ്. പിന്നീട് എത്ര അവാർഡുകളും എത്ര പ്രതിഭകളുടെ അതിന്റെ കാസറ്റൊക്കെ എടുത്തു നോക്കിയാൽ ലാലേട്ടന് നാഷണൽ അവാർഡ്, സിനിമയ്ക്ക് അവാർഡ്, ദാസേട്ടൻ അവാർഡ്, രവീന്ദ്രൻ മാഷ്ക്ക് മെൻഷൻ, എന്തോരം അവാർഡുകളുള്ള ഇതിലേക്ക് വന്നതെന്നുള്ളതാണ്. ഭാരതവുമായി ബന്ധപ്പെട്ട് വേറൊരു സംഭവം കൂടിയുണ്ട്. ഞങ്ങൾ പന്നിയങ്കര എന്നുള്ളൊരു വീട്ടിലാണ് സാർ മെയിൻ ലൊക്കേഷൻ. ലാലേട്ടൻ്റെ വീട് വേണിച്ചേട്ടൻ്റെ ഒക്കെ വീടായിട്ടുണ്ട്.
അപ്പോൾ ഫുൾ ആർട്ടിസ്റ്റ് കോമ്പിനേഷനാണ്. ലാലേട്ടൻ, വേണിച്ചേട്ടൻ, ലക്ഷ്മി, ലളിതേച്ചി, ഒടുവിലാൻ, ഉർവശി. എല്ലാവരും കോമ്പിനേഷൻ. പിന്നെ അവിടെ ആ ഡേ സീൻ ഉച്ചയ്ക്ക് തീരും. ലോഹി എഴുതിക്കൊണ്ടിരിക്കുകയാണ് റൂമിൽ. സീൻസ് നമുക്കുണ്ട്, പക്ഷെ ആ ലൊക്കേഷനിൽ ഡേ സീൻസ് ഇല്ല. ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് 10-12 കിലോമീറ്റർ പോയിട്ട് വേണം ഉർവശിയുടെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്നിടത്ത് ഒരു ഡേ സീനുണ്ട്. പിന്നെ നൈറ്റ് ഇവിടെയുള്ളത്, തിരിച്ചിങ്ങോട്ട് വരണം. ഇതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. എൻ്റെ ഒരു ഷിഫ്റ്റിങ്ങും ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ഉണ്ട്. സാറ് എന്നോട് പറഞ്ഞു, ഇവരൊന്ന് ലോഹിയുടെ അടുത്ത് പോയിട്ട് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ പറയും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സീനുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാമല്ലോ. ഇത്രയും ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ഉണ്ട്. ഞാൻ കാറെടുത്ത് പോകുന്നു. അപ്പോൾ ബ്രേക്ക് പറഞ്ഞു, ലഞ്ച് ബ്രേക്ക് പറഞ്ഞു. ഹോട്ടലിൽ പോയി. ലോഹി അവിടെ ഇങ്ങനെ തലക്കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ ടെൻഷനിൽ നടക്കുന്നുണ്ട്. ഞാൻ ചെന്നു. ഞാൻ ഇങ്ങനെ സാറ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു സീൻ തന്നിട്ടില്ല. ഞാൻ സീനുണ്ട്, പക്ഷെ നമുക്ക് ഇന്ന പുള്ളിക്ക് എൻ്റെ സാങ്കേതികത്വം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. സാറ് പറഞ്ഞത് ഷിഫ്റ്റ് പോകണം, വരണം, ഷിഫ്റ്റ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്, അവിടെ ഒരു സീൻ വേണം. പുള്ളി ഇരിക്കാൻ പറഞ്ഞു. പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് ഒരു എഴുതാൻ പറഞ്ഞത് ഇപ്പം 25 വിചാരിക്കുക, 26 നൈറ്റ് ഇന്ന സംഭവം, 27 ഇങ്ങനെ 11 സീൻ പറയുകയാണ്. എഴുതിയിട്ടില്ല അത്. സീൻ ഓർഡർ പറയാ. ഓർഡർ പറയാം. ഞാൻ സാറിന് മുമ്പിൽ സീട്ട് വലിക്കാത്ത ഞാൻ വിൽസിന്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിലാണ് എഴുതുന്നത്. ഈ നോട്ട് ചെയ്യും. ഭരതം സിനിമയിലെ സീനിന്റെ കാര്യമുള്ളൂ വിൽസിന്റെ പാക്കറ്റിൽ എഴുതി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ സാറിന് മുമ്പിൽ കൊണ്ടു കൊടുക്കുന്ന അതാണ്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞിട്ട് 12ാമത്തെ ആയിട്ടാണ് ഈ സീൻ എഴുതുന്നത്. പുള്ളി 2 സീൻ, ഒരു സീൻ അതിൻ്റെ ബൈ സീൻ A, B. ഞാനും ചുറ്റി കൈ പിടിച്ച് നേരെ കാറിൽ വന്നിട്ട് നേരെ പന്നിയങ്കരയ്ക്ക് പോവാണ്. അപ്പോൾ സാറിങ്ങനെ ടെൻഷനായിട്ട് ഷിഫ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള പന്നിയങ്കര അവിടെ ഒരു ഇതുണ്ട്, ഗേറ്റിൻ്റെ അവിടെ പടിപ്പര. അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു. സാധനം കയ്യിൽ കിട്ടിയിരുന്നു. ഉടനെ അവിടെ ഇരുന്ന് കോപ്പി എടുത്ത് അതിൻ്റെ ഒരു 2 കോപ്പി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഷോട്ട് നോക്കണ്ടേ, അല്ല പണി നടക്കണ്ടേ. അല്ല, അതിനൊരു കാര്യം കൂടി ഉണ്ട്. അത് 2 പ്രതിഭകളുടെ, ഞാൻ പറഞ്ഞ സിബിസാറും ലോഹിദാസിൻ്റെ ഒരു കൂടിച്ചേരലിൻ്റെ ഒരു സാധനം കൂടിയാണ്. ഇയാൾ 12 സീന് വിട്ടിട്ട് എഴുതി തരുന്നു. ഇത് ഞാൻ പോയിട്ട് കോസ്റ്റ്യൂമറുടെ പെട്ടിയുടെ മുകളിൽ വെച്ച് ബാക്കിയുള്ളവർ ഊണ് കഴിക്കുകയാണ്. കോപ്പി എടുത്തിട്ട് സാറ് വന്നിട്ട് നോക്കി എന്താ. അപ്പം ഞാൻ ഈ പാക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇതാക്കിയാണ് സീനുകൾ അത് കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇത്രയും സീക്വൻസസിൻ്റെ ഇമോഷണൽ ഗ്രാഫ് കാര്യം എനിക്കറിയില്ല. ഈ 11 സീനിൽ എന്തൊക്കെ സംഭവിക്കുന്നു, കഥ എന്തുമാത്രം വളർന്നിരിക്കുന്നു. അതിന് മുമ്പുള്ള ഒരു ഈ ചെയ്തുള്ളൊരു അതാണ് ഞാൻ ആ ഒരു കൂട്ടായ്മ, ഒരു സിൻക്രണൈസ്, ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ഞാനിത് എഴുതി സാർ, ഞാൻ ഫസ്റ്റ് പേജ് എഴുതി, ഇനിയും 3-4 പേജ് എഴുതണം. കാരണം ഇത് പുള്ളിയുടെ ചെറിയ അക്ഷരമായതുകൊണ്ട് 5-6 പേജ് വരും ഈ സീൻ. സാർ ഫസ്റ്റ് പേജ് എടുത്തിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ക്യാമറ ഫസ്റ്റ് ഷോട്ട് ഇവിടെ എന്ന് പറയുന്നു. ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം. കാരണം ഈ സീൻ കൺസീവ് ചെയ്യാതെ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഷോട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അതൊക്കെ ഈ 2 എനിക്കൊന്ന് സാറിനും എത്തി പറയാം 2 പ്രതിഭകളുടെ ഒരു ഭയങ്കര ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആ സിനിമകളുടെ ഒക്കെ ഒരു പ്രതിഭകളുടെ ഏരിയ അങ്ങോട്ട് പിടിച്ചാല് തീരില്ല. അതിന് മാത്രം ആളുകളാണ്. ഒരുപാട് സിനിമകളിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്ന കാര്യത്തിലും ലോഹിത് സാറിന്റെ സിനിമകളിൽ ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് മേജർ വേഷങ്ങളിൽ ഹീറോ ആയിട്ടും ഹീറോയിനായിട്ടും സഹവേഷങ്ങളായിട്ടും ഒക്കെ ഒരുപാട് പുതിയ ആൾക്കാരെ കൊണ്ടുവരികയും പരീക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒരാളെ ഞാനിപ്പോൾ വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് വളരെ ജനകീയമായ ഒരു സിനിമയിൽ നമുക്ക് പെട്ടെന്ന് ഇയാൾ മലയാളിയാണോ, ഇയാൾ ഏത് നാട്ടുകാരനാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ വന്ന ഒരു സാധാരണ തൊടുപുഴക്കാരൻ. പക്ഷെ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് കാണുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സുഹൃത്ത്, സഹപ്രവർത്തകൻ, നമുക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട നിഷാന്ത് സാഗർ. നിഷാന്ത് ഭായ്, നമസ്കാരമുണ്ട്. ലോഹിത് സാറിന്റെ ഒരു കണ്ടെത്തലാണ്. ഓർമ്മയുണ്ടോ ആദ്യ കാണലുകളും കാര്യങ്ങളൊക്കെ? ആ കാലത്തൊക്കെ ചിലപ്പോൾ പ്രിന്റ് മാഗസിനിൽ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു കാണും. ശരിക്കും എന്താ പറയാ, എൻ്റെ ആദ്യത്തെ സിനിമ ദേവദാസി എന്നൊരു സിനിമയാണ്. ബിജു വർക്കി ഡയറക്റ്റ് ചെയ്ത്. അതെ, ബിച്ചേട്ടൻ സാറിൻ്റെ അസിസ്റ്റന്റ് ഒക്കെ ആയാലും. അപ്പം എന്താ പറയാ, ഈ ദേവദാസിയുടെ പോസ്റ്റർ ഇറങ്ങിയത് അത് സാർ അങ്ങനെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു.
അപ്പം അത് ഞാൻ ദിലീപേട്ടൻ ത്രൂ ഞാനത് എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു അജി കിഴിലം എന്ന് പറഞ്ഞിട്ടൊരു കോസ്റ്റ്യൂമർ. അപ്പം അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ദിലീപേട്ടനായിട്ട് സംസാരിക്കുമ്പം സാറിങ്ങനെ ഒരു പോസ്റ്റർ കണ്ടു. അപ്പം സാറിങ്ങനെ ഒരു പടം ചെയ്യാൻ നിൽക്കുകയാണ്, അപ്പം സാറിൻ്റെ മനസ്സിലുള്ളൊരു രൂപമാണ് എന്നൊക്കെ സാറ് പറഞ്ഞു എന്നുള്ളത് അറിഞ്ഞ് അതങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു പറയുകയും ഞാൻ അങ്ങനെ സാറിനെ വിളിക്കുകയാണ് ഉണ്ടായത്. വിളിച്ചിട്ട് സാറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ സാറിനെ കാണാൻ പോവുക ചെയ്തത്. അല്ല, ആ സമയത്ത് ഈ സുധീർ മിശ്ര എന്നല്ലേ, സുധീർ മിശ്ര അതെ 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 കഥാപാത്രത്തിന്റെ പേര്. സുധീർ. ഞാൻ പിന്നീട് ഒരിക്കൽ നിഷാന്ത് എന്നെ കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ ശരിക്കും എവിടെയാണ് സ്ഥലം? ഞാൻ തൊടുപുഴയിലാ എന്ന് പറഞ്ഞു. തൊടുപുഴ? ഞാൻ നിങ്ങൾ വല്ല ബോംബെക്കാരനുമാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. നിഷാന്ത് പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് പേർ വിചാരിച്ചു, അതുകൊണ്ട് പിന്നീട് അതിന്റെ വാലയിൽ മലയാള സിനിമയിലേക്ക് ആലോചിക്കുമ്പോ ബോംബെക്കാരനല്ലേ, അറിയില്ലല്ലോ അല്ലേ, അത് സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ? എൻ്റെ അടുത്ത് പലരും ആ സമയത്ത് സംസാരിക്കാൻ വരികയൊക്കെ മലയാളത്തിലല്ല, അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ സംസാരിച്ചായിരിക്കും വരിക, മലയാളി അല്ല എന്നുള്ളൊരു രീതിയിൽ. എനിക്കൊന്ന് സാറും ആഗ്രഹിച്ചിരുന്നത് എന്താ പറയുക, അങ്ങനെ ഒരു അപ്പിയറൻസും. പിന്നെ ഇതിനു മുമ്പ് മലയാളത്തിൽ ഞാൻ അന്നേരം പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സാർ എന്നോട് പറഞ്ഞിരുന്നു, അതായത് ഇതുവരെ നിന്നെ ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയില്ല, നീ അങ്ങനെ ഒരു അറിയപ്പെട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നിന്നെ ഞാൻ കാസ്റ്റ് ചെയ്യില്ലായിരുന്നു. നിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ നിന്നെ ഇപ്പോഴും ആർക്കും അറിയില്ല, നീ 2-3 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും. അതുകൊണ്ട് ഇതിലിങ്ങനെ ഒരു ആ ക്യാരക്ടറാണെങ്കിലും പടത്തിലെ കഥാപാത്രമാണെങ്കിലും അതെ ഒരു പുറമേയൊക്കെ പോയി സർക്കസ് പഠിച്ചു വരുന്ന ഒരു മലയാളി അല്ല എന്നുള്ളൊരു തോന്നല് വരുന്നത് ആ കഥാപാത്രത്തിന് നല്ലതാണ്. ഇച്ചിരി നമുക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡും നമുക്ക് ഇച്ചിരി വെറുപ്പ് സമ്പാദിക്കുന്ന പരിപാടികളൊക്കെ ഉള്ള ഒരാൾ തന്നെയായിരുന്നു ആ സിനിമയ്ക്കകത്ത് വന്നിരുന്നത്. ഈ ലോഹിതദാസ് സാർ സംവിധാനം ചെയ്യാൻ പറഞ്ഞല്ലോ, അപ്പൊ ആദ്യം ഭൂതക്കണ്ണാടി അന്നേ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം സിബി സാറിന് എഴുതുന്ന സമയത്തോ ആ സമയത്തോ എപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ച് സംവിധാനം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ ആഗ്രഹം പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. എൻ്റെ അടുത്ത് ആദ്യം ഈ ഭൂതക്കണ്ണാടിയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് മദ്രാസിലെ എഡിറ്റിംഗ് റൂമിൽ AVM എഡിറ്റിംഗ് റൂമിൻ്റെ പുറത്തിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു കഥ പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കഥ പറഞ്ഞോളൂ. പുള്ളി അവിടെ ഇരുന്നൊരു കഥ പറയുന്നത്, അതാണ് ഭൂതക്കണ്ണാടി. എന്താ പറഞ്ഞു, ഇത് ഞാൻ സംവിധാനം ചെയ്യാനായിട്ട് ഞാൻ രൂപപ്പെടുത്തിയ കഥയാണ് എന്ന് പറഞ്ഞു. അത് കൃത്യമാണ്, നിങ്ങളുടെ ആ തീരുമാനം കറക്റ്റാണ്, ഇത് നിങ്ങൾ ചെയ്യേണ്ട കഥയാണ്, ലോഹി തന്നെ ചെയ്യേണ്ട ഒരു കഥയാണ്. കാരണം ഇത് വളരെ സ്പെഷ്യലാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഞാനും ലോഹിയുമായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നേരത്തെ പറഞ്ഞൊരു എന്താണ് കലയും കച്ചവടമൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയല്ല ഇത്. കൃത്യമായിട്ടും ഒരു വേറൊരു ജനസിൽപ്പെട്ടൊരു സിനിമയാണ് അത് ലോഹി ചെയ്യുന്നതും. ഒരു സംവിധായകൻ എന്ന നിലയിൽ ലോഹിക്ക് ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്, ലോഹി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് ആ ഒരു സംസാരത്തിൽ നിന്നാണ് ലോഹിക്കിടയിൽ സംവിധാനത്തിലുള്ള താല്പര്യം ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. ലോഹി പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ലോഹിയുടെ അന്ന് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു കഥ വരുമ്പോൾ ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് ലോഹിക്ക് തോന്നുമ്പോൾ മാത്രമേ സംവിധാനം ചെയ്യാവൂ. കാരണം ലോഹിയുടെ ഒരു ടെമ്പർമെൻ്റ് തന്നെ ലോഹിക്കൊരു ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാനും ഒരു അങ്ങനത്തെ ഒരു ഏരിയയിൽ ലോഹിക്ക് അത്ര പ്രാവീണ്യമാണ്. ലോഹി മുറിക്കകത്തിരുന്ന് കഥ എഴുതുകയും അത് ഈ പറയുന്ന പോലെ അതിൻ്റെ മാനസിക വ്യഥകളും അതിൻ്റെ സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരാളാണ്. വളരെ സ്വകാര്യമായ ഒരു രീതിയിലാണ് ലോഹിയുടെ ഒരു സൃഷ്ടി സംഭവിക്കുന്നത്. ഒരു ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ വേറൊരു കാര്യമുണ്ട്, ഒരു ക്രൗഡ് മാനേജ്മെൻ്റ് ഉണ്ട്, സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ഡിസിഷൻ മേക്കിംഗ് പിന്നെ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിപ്പോകും. ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ വിചാരിച്ച കാര്യം ഉണ്ടാകത്തില്ല. ഒരു മഴ പെയ്താൽ തീരുന്ന കാര്യം, ഒരു ആർട്ടിസ്റ്റ് വരാതിരുന്നാൽ മാറിപ്പോകുന്ന കാര്യങ്ങൾ. അത്തരം പ്രഷറൊക്കെ ലോഹിക്ക് എഴുത്തിലെ പ്രഷർ പോലെ അല്ല, ഇത് കുറച്ചും കൂടെ ശരീരത്തെയും കൂടെ ബാധിക്കുന്ന പ്രഷറുകൾ നമ്മുടെ മനസ്സിനെ നമ്മളെ ടെൻഷനിലേക്ക് കയറ്റും. ആ സിനിമ കഴിഞ്ഞതോടുകൂടി ലോഹിയയ്ക്ക് സംവിധാനത്തിലുള്ള അവസരങ്ങൾ ഇങ്ങനെ വന്നു പോയപ്പോൾ ലോഹി അതിനകത്തേക്ക് അങ്ങ് കൂടുതലായിട്ട് സംവിധാനത്തിലേക്ക് അങ്ങ് കയറിപ്പോയി. ആ സമയത്ത് ഭൂതക്കണ്ണാടി ആദ്യത്തെ മികച്ച നവാഗത സംവിധായകനുള്ള നാഷണൽ അവാർഡ്, നടിക്ക് അവാർഡ്, സ്റ്റേറ്റ് അവാർഡുകൾ, ഒരുപാട് സ്ക്രിപ്റ്റിന് ഉള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് വന്നിട്ടുള്ളത്. ലോഹി സാറിനെ കുറിച്ച് നമുക്ക് ഭൂതക്കണ്ണാടിയിൽ അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഭൂതക്കണ്ണാടിയിൽ നായികയായ ശ്രീലക്ഷ്മി മാഡത്തിന് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം. ലോഹി സാറ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ്
ഭൂതക്കണ്ണാടി. അതിൽ ഇത്രയും ശക്തമായൊരു സ്ത്രീ കഥാപാത്രത്തിലൂടെ എനിക്ക് അഭിനയ രംഗത്തേക്ക് എൻ്റെ രണ്ടാമത്തെ പടമായിരുന്നു. എന്നാൽ പോലും എന്നെ ഇപ്പോഴും ആൾക്കാർ അറിയുന്നത് സരോജിനിയായിട്ടാണ്. അദ്ദേഹം ഒരു സ്കൂള് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച്. എൻ്റെ അഭിനയ ജീവിതത്തിലേക്ക് എൻ്റെ ഒരു ഗുരുനാഥനായിരുന്നു. എന്താ പറയുക, ഈച്ച് ആൻഡ് എവറിത്തിങ്, നടക്കുന്ന കാര്യമാവട്ടെ, നിൽക്കുന്ന കാര്യമാവട്ടെ, ഇരിക്കുന്ന കാര്യമാവട്ടെ, അങ്ങനെ എല്ലാം പഠിപ്പിച്ച് തന്ന ഒരു ഗുരുനാഥനായിരുന്നു. അദ്ദേഹം തന്നിട്ടുള്ള ക്ലാസ് അത് തന്നെയാണ് എൻ്റെ അഭിനയ ജീവിതത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് ഒരു വലിയൊരു എന്താ പറയുക, ഒരു സന്തോഷകരമായൊരു അംഗീകാരം എന്ന് തന്നെ പറയാം. എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടി. അതിനേക്കാട്ടിലും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത് ലോഹി സാറ് തന്നെ അന്നത്തെ ഫിലിം ഫെയറിൽ എഴുതിയിരുന്നു, മലയാള സിനിമയിലെ സ്മിത പട്ടേൽ എന്ന് എന്നെ പറ്റി. അതെനിക്കൊരു ഭയങ്കര വലിയൊരു അംഗീകാരമായിരുന്നു. ഞാനിപ്പോഴും ശ്രീലക്ഷ്മിയായിട്ട് അറിയപ്പെടുന്നത് ലോഹി സാറിൻ്റെ അനുഗ്രഹം തന്നെയാണ്. ലോഹി സാറ് പിന്നീട് ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങള്, വയലൻസ് എന്നൊക്കെ പറയുന്ന സിനിമകളിലൊക്കെ അഭിനയിച്ചല്ലോ ചെറുതായിട്ട്. സിബി സാറിന്റെ സിനിമകളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട ഏതെങ്കിലുമൊക്കെ വേഷങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഒന്ന് മുഖം കാണിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ബംഗാളിൽ ഒരു സീനിൽ അത് വളരെ ടഫായിട്ടുള്ളൊരു സീനാണ്, ആക്ടർക്കും ഭയങ്കര ടഫായിട്ടുള്ളൊരു സീനാണ്. ലാലാണ് ഒരു ഹോട്ടൽ മുറിയിൽ തിലകൻ ചേട്ടൻ്റെ മുറിയുടെ വാതിൽക്കൽ പോയിട്ട് ലാല് തട്ടി വിളിക്കുന്നുണ്ട്, നിങ്ങളാണോ എൻ്റെ അച്ഛൻ, നിങ്ങളെയാണോ ഞാൻ അച്ഛ എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ലാലിങ്ങനെ ഊന്നിറങ്ങും. കാരണം സഹോദരിയെ മറ്റു റൂമിൽ വെച്ച് കാണാൻ സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഊർന്നിറങ്ങുന്ന സീൻ. അപ്പോൾ ക്യാമറ ലാലിരിക്കുമ്പോൾ കൂടെ പോകണം. ലാൽ വല്ലാതെ കരഞ്ഞ് എക്സേർട്ട് ചെയ്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒറ്റ ടേക്കേ പാടുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം ആർട്ടിസ്റ്റുകൾ അത്രയും സ്ട്രെയിൻ എടുക്കേണ്ടി വരുമ്പോൾ ഞാൻ കഴിയുന്നതും ടെക്നിക്കൽ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അത് തെറ്റാൻ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ശബ്ദം കേട്ടിട്ട് അടുത്ത മുറിയിൽ നിന്ന് ഒരാൾ പുറത്ത് വന്ന് നോക്കണം. അപ്പോൾ വേറെ ഒരാളെ അവിടെ നിർത്തിയാൽ ചിലപ്പോൾ അയാളുടെ ഒരു ചലനം ശ്രദ്ധ അങ്ങോട്ട് മാറ്റിപ്പോകാം. ഇവിടുന്ന് ഔട്ട് ഓഫ് ഫോക്കസിലാണെങ്കിൽ പോലും ഒരു പരിചയമില്ലാത്ത ഒരാൾ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും അയാളുടെ ഒരു പിഴവ് കൊണ്ട് ആ ഷോട്ട് ഓക്കെ ആയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ലോഹി എടുത്ത് പറഞ്ഞു, ലോഹി നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയ ആളാണല്ലോ, ആ സാഹചര്യം കൃത്യമായിട്ട് അറിയാവുന്ന. അങ്ങനെ ലോഹി ഔട്ട് ഓഫ് ഫോക്കസിലും നിൽക്കുന്നുണ്ട്. വേറൊരു സിനിമയിൽ വളയത്തിൽ ഉണ്ണിച്ചേട്ടൻ്റെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മകള് മരിച്ച വാർത്ത അറിഞ്ഞിട്ടുള്ള അവരുടെ ഒരു പെർഫോമൻസ്, അതും ഗംഭീരമായ ഒരു പെർഫോമൻസ്. ഉണ്ണിയേട്ടൻ്റെ ഏറ്റവും ഒരു ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് നടക്കുന്ന രംഗമാണത്. അവിടെ ഉണ്ണിയേട്ടനെ ആശ്വസിപ്പിക്കാൻ നിൽക്കുന്നൊരു ക്യാരക്ടറായിട്ട് ഞാൻ ഇതേപോലെ ലോഹിയെ തന്നെയാണ് ചെയ്യിപ്പിച്ചത്. അപ്പം അങ്ങനെ അപൂർവമായിട്ട്. പിന്നെ സത്യൻ്റെ ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലാണ് ലോഹി ഒരു ക്യാരക്ടറായിട്ട് തന്നെ ലോഹിയായിട്ട് തന്നെ അങ്ങ് അഭിനയിച്ചത്. തൂവൽ കൊട്ടാരം എന്ന് പറയുന്ന സിനിമയിലൊക്കെ അദ്ദേഹത്തിന്റെ മകളാണ് സുകന്യ. മഞ്ജു വേറെ ക്യാരക്ടറുണ്ട്. മഞ്ജുവിന് വേണ്ടി ജയറാമേട്ടൻ പോയി കഴിഞ്ഞ് മുരളിയേട്ടൻ വന്നിട്ട് ഉണ്ണിച്ചേട്ടനോട് എൻ്റെ ഒരു മകൾക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പറയുമ്പോഴും തമ്പരനൊന്നും ഓർക്കണം, ഞാനും ഒരു അച്ഛനാണെന്ന് പറയുന്നൊരു സീൻ കഴിഞ്ഞിട്ട് ഒരു ചെണ്ട എടുത്തിട്ട് ഒരു തൊഴുത്തിൻ്റെ ഭാഗത്തേക്ക് നിന്ന് ഉടലേട്ടൻ കുറേ നേരം നിന്ന് കൊട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ഇമോഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ കഥാപാത്രങ്ങളുടെ ഒരു ഇമോഷനിലേക്ക് പോവാൻ പാട്ട് സിനിമയിൽ ഒരു വലിയ ഘടകമാണല്ലോ. ലോഹിയേട്ടൻ്റെ ഈ പാട്ടിന്റെ സിറ്റുവേഷൻ വെക്കുന്നതിലും പാട്ടിലുള്ള ലോഹിയേട്ടൻ്റെ ഒരു സെൻസ് എത്രമാത്രമാണ്? ലോഹിക്ക് വല്ലാത്തൊരു മ്യൂസിക്കൽ സെൻസുള്ള ആളാണ്. പാട്ടിനെക്കുറിച്ച് എഴുതുമ്പോൾ തന്നെ പാട്ടിൻ്റെ സ്വഭാവം രൂപം എന്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് രാഗങ്ങൾ അറിയാം അത്യാവശ്യം. അപ്പം കമ്പോസിങ്ങിനൊക്കെ ഇരിക്കുമ്പം കുറേ നേരം മിക്കവാറും ഒരു കച്ചേരി അവിടെ നടക്കുക. ഈ പാട്ട് ഞാനും ലോഹിയുമായിട്ട് ഇത്രയും ആഴത്തിൽ പാട്ടിന് പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്തു തുടങ്ങിയത് കിരീടം കഴിഞ്ഞാൽ. കിരീടത്തിന് പാട്ടിന് ആ ഒരു പാട്ട് മാത്രമാണെങ്കിലും ഇസൈനസ് അബ്ദുള്ളയിലേക്ക് എത്തുമ്പോഴാണ് പാട്ടുകളുടെ ഒരു എന്താണ് 5-6 ഗംഭീരമായ പാട്ടുകൾ, ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ ഭയങ്കര ലെങ്തി ഉള്ള. ഇസൈനസ് അബ്ദുള്ള, ഭരതം, കമലതളം ഇതേപോലെ തുടർച്ചയായിട്ട് 3 വർഷങ്ങളിൽ ഞങ്ങൾ ഈ ഇത്തരം പാട്ടുകൾ ചെയ്തത്. അതൊക്കെ അതിൻ്റെയൊക്കെ പുറകിലുള്ള ഏറ്റവും വലിയ പ്രചോദനം ലോഹി തന്നെയാണ്. എനിക്ക് അന്ന് വരെയും പാട്ട് ഷൂട്ട് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തിനാണ് പാട്ട്, സിനിമയിലെ ആൾക്കാർ സങ്കടം വരുമ്പോൾ പാടിക്കൊണ്ട് നടക്കും എന്നൊക്കെ പറയുന്ന ഒരു ലോജിക്കില്ലായ്മ എനിക്ക് വലിയ പ്രശ്നമായിരുന്നു ആദ്യകാലത്ത്. കിരീടമൊക്കെ വന്നതോടെയാണ് എനിക്ക് കഥ പറയാൻ വേണ്ടി പാട്ട് ഉപയോഗിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ അബ്ദുള്ളയിലേക്ക് എത്തിയപ്പോൾ ആ സിനിമ, ഈ പാട്ടുകളില്ലെങ്കിൽ ആ സിനിമയില്ല. കാരണം ആ സിനിമയുടെ ഭാഗമാണ് എല്ലാ പാട്ടുകളും.
ഭാരതത്തിലും അത് തന്നെയാണ്. ഈ പാട്ടുകൾക്കും സിനിമയുമായിട്ട് വേറിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ഇല്ല. കഥ ഒരു പാട്ട് തുടങ്ങി തീരുമ്പോഴത്തേക്ക് കഥയ്ക്ക് ഒരുപാട് അതൊക്കെ ഒരുപാടുണ്ട്. മുന്നോട്ടോ പുറകോട്ടോ കഥാപാത്രങ്ങൾ ഗായകരാണ്. കമലതളത്തിൽ എത്തുമ്പോഴേക്കും അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനകത്തും പാട്ട് മാറ്റി നിർത്തിക്കൊണ്ടായ സിനിമ നിലനിൽക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ പറ്റും, ഇത് വേണ്ടതാണ്, ഇതിൻ്റെ ലോജിക് ഉണ്ടെന്നുള്ളത് തോന്നുന്നു. അത് സൃഷ്ടിച്ച ആൾ, ആ സാഹചര്യങ്ങളെ, ആ ഗാന സന്ദർഭങ്ങളെ കൊണ്ടുതന്ന ആൾ ലോഹി തന്നെയാണ്. ഈ ചെങ്കോലെടുത്താൽ ഞാൻ വളരെ കൗതുകത്തോടെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു സിനിമയിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പാട്ട് വരാൻ പല സിറ്റുവേഷനിലും ഉണ്ടെങ്കിലും മധുരം ജീവാമൃതബന്ധു എന്ന് പറയുന്ന പാട്ട് വന്ന് കയറുന്നത് ആ സിനിമയിലുള്ള ആളേ അല്ല ആ പാട്ട് പാടുന്നത്. അതൊരു ഒരു യാചകൻ, അയാൾക്ക് പൈസ കൊടുത്ത് അവിടെ നിന്ന് പാടിച്ച് അവിടെ ഒരു പാട്ട് കയറുകയും ആ പാട്ട് വർക്ക് ചെയ്യുകയും എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് നസീർ സാറിനെ പറ്റിയായിരുന്നു. അപ്പം ഷീലാമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വർത്താനം പറയുന്നതിനിടയിൽ ഒരു കാര്യം അറിയാണ്ട് പറഞ്ഞു പോയതുകൊണ്ട് ഒരു സീനുകൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് പാടാണെങ്കിൽ നസീർ സാറിനെ പോലെ ഒരാളെ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളിലൂടെയാണ്. നിത്യഹരിത നായകൻ എന്ന് വിളിക്കുന്നതിന് മുഴുവൻ കാരണം പാട്ടുകളാണ്. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആ കാര്യത്തിൽ വലിയ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് നല്ല പാട്ടുകളുണ്ട്. ഉള്ളത് വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവയാണെങ്കിലും ജോക്കറിലെ പാട്ടുകളാണെങ്കിലും എല്ലാം വളരെ പോപ്പുലറായ പാട്ടുകൾ ഒരു നടനുണ്ടായിരിക്കുക. അത് ദാസേട്ടനും ജയേട്ടന്റെയും ശബ്ദത്തിലാണെന്ന് തോന്നുന്നല്ലേ പാട്ടുകൾ. അതൊരു വലിയ ഭാഗ്യം. അതൊരു ദിവസം ഈ എന്താ പറയുക, ജോക്കറിന്റെ ധ്വനിതരംഗത്തെല്ലാം ഷൂട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നത്. കുറെ ഭാഗം ഷൂട്ട് ചെയ്യുന്നൊരു സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് ലിപ്പ് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ സാർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇത് ദാസേട്ടൻ്റെ ശബ്ദത്തിനെയാണ് നിഷാന്ത് ഈ ലിപ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്, അതൊക്കെ മര്യാദയ്ക്ക് ചെയ്യ, നീ ദേഷ്യപ്പെട്ടതാണ്, അത് വേറൊരു രീതിയിൽ. അതെ, അത് സിനിമയിൽ വന്നൊരു സമയത്ത് എന്താ പറയുക, ഈ ഇപ്പം ലോഹി സാറെ പറ്റിയാണെങ്കിൽ തന്നെ എനിക്ക് കൂടുതലായിട്ടുള്ളൊരു എന്താ പറയുക ഒരു അറിവ് ഇപ്പം ദാസേട്ടൻ്റെ പാട്ടുകൾ കേട്ട് അല്ലെങ്കിൽ കുറേ നല്ല സിനിമകൾ കണ്ട് അങ്ങനെയൊന്നും അല്ല ഞാൻ സിനിമയിലേക്ക് വന്നത്. ഞാൻ ഈ എന്താ പറയുക സൽമാൻ ഖാൻ്റെ മസിൽ കണ്ടിട്ട് ഇതേപോലെ മസിൽ വരിപ്പിച്ചാൽ സിനിമയിലെത്താം, അങ്ങനെ ഒരു ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് സിനിമയിൽ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല. വളരെ സത്യമായിട്ട് പറയുക, ഭയങ്കര ജെന്യൂൻ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് സാറിനും അത് മനസ്സിലായി ശരിക്കും, ലോഹി സാറിനും പിന്നെ ഒരു പൊട്ടനാണ് എന്നുള്ളൊരു കാര്യം വീണ്ടും ഒരു ജനം അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലേ, അപ്പൊ സാർ അതുകൊണ്ട് തന്നെ എന്നെ എന്താ പറയാ സെറ്റിലുള്ള ഓരോ സമയത്ത് ഇപ്പം ദാസേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഓർമ്മപ്പെടുത്തൽ, അതായത് നീ ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു പരിപാടിയിലാണ്, നീ ഇങ്ങനെ ഒരു നല്ലൊരു കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടേക്കുക നിങ്ങളുടെ പേരിൽ, പിൻവലിക്കാൻ പറ്റാത്ത ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് തന്നിട്ടാ പോയേക്കുന്നത്. വലിയ ഭാഗ്യമാണ്. അപ്പൊ എനിക്കതിൻ്റെ ഒരു സീരിയസ്നെസ് എന്നിൽ ഉണ്ടോ എന്നുള്ളൊരു, ഞാനൊരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു സുഖിയനാണ് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു സാറിന്. അത് സീരിയസ് ആയിട്ട് അല്ല ഞാൻ കാര്യങ്ങൾ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരു ഗ്രാഹ്യം കാര്യങ്ങളെ പറ്റി ഇല്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സാറ് അത് എന്താ പറയുക, അത് സാർ ഓരോ നിമിഷവും സാർ അതിലേക്ക് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കുമായിരുന്നു ലൊക്കേഷനിൽ വെച്ച്. ഈ പാട്ടിനെ പറ്റി പറഞ്ഞപ്പം ലിറിക്സ് എഴുതുമായിരുന്നു പാട്ടുകൾക്ക്. ഈ സിനിമയിലെ ചെമ്മാനം പൂത്ത എന്നുള്ള പാട്ടൊക്കെ അദ്ദേഹം തന്നെ ലിറിക്സ് എഴുതിയിട്ടുള്ളതാണ് സിനിമ പാട്ടുകൾക്ക് വേണ്ടിയിട്ട്. ഈ കമലദളം, ഭരതം, ഹിസ്സന അബ്ദുള്ളയൊക്കെ എടുക്കുമ്പം വലിയ പാട്ടുകാരാണ് ഇവരെല്ലാം, വൻ പാട്ടുകാരാണ്. പക്ഷേ സല്ലാപത്തിലോട്ട് വരുമ്പോൾ അതൊരു ജൂനിയർ യേശുദാസ് ഒരു ഉണ്ടാക്കി പാട്ടുകാരനാണ്. പക്ഷെ പിന്നീട് പാട്ടറിയാമെങ്കിലും അതൊരു ഉണ്ടാക്കി പാട്ടുകാരനാണ്. പിന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എടുക്കുമ്പോൾ നാടകം അതിനകത്തുണ്ട്. ഒരു പക്ഷേ ഈ സർക്കസ് നിങ്ങളുടെ പടം, അപ്പൊ ഇതില് നമ്മളിപ്പോ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇതിനകത്ത് വേറെ ഇതര കലാമേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കഥയും അങ്ങനെയുള്ള ആളുകളെ കഥാപാത്രങ്ങളായും ലോഹി സാർ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട് എനിക്ക്. കമലദളം തന്നെയാണല്ലോ കഥകളിയുടെ എല്ലാ മേഖലയും കവർ ചെയ്ത്. ഇനി ആർക്കും അങ്ങനത്തെ ഒരു പാട്ട് അല്ലെങ്കിൽ ഡാൻസിൻ്റെ എല്ലാ ഫോംസും ചെയ്തു കഴിഞ്ഞു. മോണിഷ തന്നെ
അവസാനം ഇതിൻ്റെ ഒരു 150-ാം ദിവസം ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് മോണിഷ വന്ന് എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞത് എൻ്റെ ജീവിതം പൂർണ്ണമായി. കാരണം ഡാൻസിൻ്റെ എല്ലാ ഫോംസും ഞാൻ ഈ സിനിമയിൽ ചെയ്തു. ഇനി എനിക്ക് ജീവിതത്തിൽ ഒന്നും ആഗ്രഹിക്കാനില്ല എന്ന് പറയുന്നത് പിന്നീട് അറം പറ്റിയൊരു വാക്കായി മാറിയെങ്കിൽ പോലും അല്ല, അതുപോലെ ലോഹി ചെയ്തു കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം അങ്ങ് വെളുപ്പിച്ചിട്ട് ദശരഥം ഏതാണ്ട് എത്ര ദിവസം കൊണ്ട് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ദശരഥവും വളരെ ചെറിയ സമയത്തിനാണ് ചെയ്തത്. അത് ചെയ്യേണ്ടി വന്നതാണ്. കാരണം ഞാൻ കിരീടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലാല് ആവശ്യപ്പെടുന്നത് അടുത്ത പടം ചെയ്യണം എന്ന് പറയണം. കാരണം വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ചെയ്യാനിരുന്നൊരു പ്രോജക്റ്റാണ്. ആ പടത്തിൻ്റെ ഡയറക്ടർ ജോഷി സാറായിരുന്നു. ഒരു പ്രൊഡക്ഷൻ കമ്പനി വന്നതാണ് പുതിയതായിട്ട്. അവർ 10 പടം അനൗൺസ് ചെയ്തുകൊണ്ട് വന്നു. ന്യൂ സാഗ ഫിലിംസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ സിനിമ ജോഷി സാറാണ് ചെയ്യേണ്ടത്. ജോഷി സാറും SN സ്വാമിയും ആണെന്ന് തോന്നുന്നു. അവർ ഒരുമിച്ചൊരു സിനിമയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവർ തമ്മിലൊരു ധാരണപ്പശക ഉണ്ടായതുകൊണ്ട് ജോഷി സാർ അതിൽ നിന്ന് മാറുകയും ഈ ലൊക്കേഷനിലേക്ക് ഈ പ്രൊഡ്യൂസർമാരെത്തി, കിരീടത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പ്രൊഡ്യൂസർമാരെത്തി. ലാലുമായിട്ടൊരു പകലും കൂടെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അന്ന് വൈകുന്നേരം ലാൽ എൻ്റെ അടുത്ത് വെച്ച് പറഞ്ഞു, അടുത്തൊരു സിനിമ ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ജോഷി സാറ് ചെയ്യേണ്ട പടമല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, അവർ തമ്മിൽ എന്തോ ഒരു ധാരണപ്പശക ഉണ്ട്. ഞാൻ അവരോട് സംസാരിച്ചു, നിങ്ങൾ രണ്ടുമാണെങ്കിൽ അവർ ഹാപ്പിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജോഷി സാറിന് പെർമിഷൻ മേടിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ജോഷി സാറിനെ രാത്രി വിളിക്കുകയും ജോഷി സാർ പറഞ്ഞ് നീ ചെയ്തോളൂ എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെയുള്ളത് ഈ കിരീടത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തിനുള്ളിൽ ഇത് തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി പെട്ടെന്ന് 2 കഥകൾ ലോഹി പറഞ്ഞു. ഒന്ന് ഹിസൈന അബ്ദുള്ള കഥയും ഒന്ന് ദശരഥത്തിൻ്റെ കഥയാണ്. അപ്പോൾ പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ചുള്ള രണ്ടും ഇഷ്ടമാണ്, രണ്ടും ഓക്കെയാണ്. അപ്പം നമ്മൾ തീരുമാനം എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ലാലിൻ്റെ അടുത്ത് ചോദിക്കുന്നു പറയും. അങ്ങനെ ഞാൻ ലാലിനെ പോയി കണ്ടു. ലാലിൻ്റെ അടുത്ത് 2 കഥ പറയുന്നു. ലാലിന് 2 ഇഷ്ടമായി. അപ്പോൾ ലാൽ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഏതാണ്, നമുക്ക് ഇമ്മീഡിയറ്റ് തുടങ്ങേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ലോഹി പറഞ്ഞു എനിക്ക് 2ാമത്തെ കഥ ദശരഥത്തിൻ്റെ കഥയാണ് എഴുതാൻ എളുപ്പമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് ചെയ്യാമെന്ന് പറഞ്ഞാണ് അത് പോകുന്നത്. അപ്പം കിരീടത്തിൻ്റെ റിലീസ് 7-ാം തീയതിയും 15-ാം തീയതിയും ഞാൻ ഈ പടം ഷൂട്ട് ചെയ്യുകയും ചെയ്യണം. ഞാൻ ഈ കിരീടത്തിൻ്റെ സക്സസ് ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ലോഹിയും കണ്ടിട്ടില്ല. ലോഹി ഇതിൻ്റെ എഴുത്തിലും ഞാൻ ഇത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ലൊക്കേഷൻ നോക്കലൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ തിരക്കഥ പൂർത്തി കഴിഞ്ഞ ശേഷമാണ് ഷൂട്ടിംഗ് തുടങ്ങി. അത്രയും ചുരുങ്ങിയ സമയത്തുള്ള എഴുതി തീർത്തു. ഷൂട്ടൊക്കെ പരിമിതമായ സമയങ്ങൾ കൊണ്ട് തീർക്കുകയും ചെയ്തു. അല്ല, ഈ ലോഹിയെ സംബന്ധിച്ചുള്ള അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു കിരീടം ഹിസൈന അബ്ദുള്ള ലോഹി എഴുതാൻ വളരെ സ്ട്രെയിൻ എടുത്തൊരു സ്ക്രിപ്റ്റാണ്. കാരണം ലോഹി ദശരഥത്തിൻ്റെ കൂടെ 2 പറഞ്ഞ കഥയിൽ മറ്റത് സെലക്ട് ചെയ്തപ്പോൾ ഇത് സെലക്ട് ചെയ്യാതിരുന്നതിൻ്റെ കാരണം ലോഹി പറയുന്നത് ഈ പശ്ചാത്തലം എനിക്കറിയില്ല, രാജകൊട്ടാരം അവിടുത്തെ രീതികൾ, അപ്പോൾ അത് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഷൂട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ലാലിൻ്റെ അടുത്ത പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് തന്നെ ചെയ്യുമ്പോൾ ഇത് എഴുതുക എന്നുള്ളത് ഷൂട്ടും ഒരേ സമയത്ത് പോയിക്കൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ ലോഹി നാഗർകോവിലിലെ ഒരു ഹോട്ടലിൽ ഇരുന്ന് എഴുതുന്നു, ഞാൻ തക്കലയിൽ ഷൂട്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. എഴുത്തും ഷൂട്ടും പാരലായിട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമയാണത്. എന്നോട് ജയറാമേട്ടൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഈ ദശരഥത്തിലോട്ടൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ജയറാമേട്ടൻ ഒരിക്കൽ പറഞ്ഞു ഫ്രണ്ട്സും വീണ്ടും ചില വീട്ടുകാര്യങ്ങളും ഒരേ സമയത്താണ് ഷൂട്ടിങ്. ഇതിൻ്റെ ചില വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഡയറക്ടർ സിദ്ദിഖ് ലാൽ ആ കൂട്ടത്തിൽ ആരോ ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങളുടെ ഡബ്ബിങ് ഇറക്കുമ്പോൾ അവിടെ കാണാൻ വന്നു. അപ്പം അപ്പനാണപ്പ നടൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ ലാസ്റ്റ് ഡയലോഗ്. തിലകേട്ടനും ജയറാമേട്ടനും കൂടെ ഞാൻ എന്ത് നടൻ, അപ്പനാണപ്പ നടന്നു ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കുമ്പോൾ ആ പടം തീരും. അത് കഴിഞ്ഞപ്പോൾ ഇവർ പുറത്തിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു, കണ്ടത് ക്ലൈമാക്സ് ആണോ എന്ന് ചോദിച്ചു. ആ സിനിമ തീരുന്നത് അപ്പനാണപ്പ നടന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സീനിലാണ്. അപ്പോൾ ഫ്രണ്ട്സ് പോലെ അപ്പോഴത്തേക്കൊക്കെ സിനിമയുടെ ക്ലൈമാക്സുകൾക്കൊരു ഇനം വേണം, ക്ലൈമാക്സിനൊരു വലിപ്പം വേണം, ക്ലൈമാക്സിൽ ഒരുപാട് സംഭവങ്ങൾ ഒത്തുചേർന്ന് അവിടെ വന്ന് എല്ലാം കൂടെ എന്നൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേറ്റവും അത്ഭുതം തോന്നുന്ന ക്ലൈമാക്സുകളിലൊന്നാണ് ഈ ദശരഥത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അതൊരു വരിയിൽ വന്നിട്ട് ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മായ്ക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ ടിം, ഒരു സിനിമ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാർക്കിൽ തീരുകയാണ്. അതൊരു വലിയ എഴുത്തിൻ്റെ അത്ഭുതമാണ്. ഒരാളെ കൂടെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കേണ്ടതായിട്ടുണ്ട്. ലോഹിതദാസ് സാറ് സംവിധാനം ചെയ്ത അവസാന ചിത്രം നിവേദ്യം എന്ന് പറയുന്ന സിനിമ. അവസാന ചിത്രത്തിലും അദ്ദേഹം മലയാള സിനിമയ്ക്ക് നല്ല പാട്ട് സമ്മാനിച്ചു, അഭിനേതാക്കളെ സമ്മാനിച്ചു, പുതിയൊരു നായകനെ സമ്മാനിച്ചു, പുതിയൊരു നായികയെ സമ്മാനിച്ചു. നിവേദ്യം എന്ന ലോഹിതദാസ് ചിത്രത്തിലൂടെ നമുക്ക് സുപരിചിതരായ
താരം. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വിനു മോഹൻ. വിനു, നമസ്കാരം. നമസ്കാരം. സാമാന്യം സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വന്നതെങ്കിലും ഈ ഫസ്റ്റ് സിനിമയിലേക്ക് എത്തിയപ്പം ലോക സാറിൻ്റെ ഹീറോ ആയിട്ടാണ് വരാൻ പറ്റിയത്. ഞാനിങ്ങനെ നിഷാന്ത് ദുബായിയോടൊക്കെ പറയുമായിരുന്നു, അതൊരു ഭാഗ്യമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള വാക്കാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഒരു ആഗ്രഹവും ആവശ്യവും അല്ലെങ്കിൽ എപ്പോഴും അതിൻ്റെ ഒരു പരിഗണനകളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വിനു ലോക സാറിനെ ആദ്യമായിട്ട് കണ്ടതും എത്തിയതും എന്തായിരുന്നു അതിൻ്റെ പരിപാടി? സാറിനെ ശരിക്കും ഞാൻ ആദ്യം കണ്ടത് ഇപ്പോഴും ഇല്ല കേട്ടോ, കൊച്ചിന്നുള്ള സാറിൻ്റെ പടത്തെ ആകാശദൂതിൻ്റെ ഒരു ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ആകാശ് അന്ന് എനിക്കൊന്ന് ചെങ്കോലിൻ്റെ ആണെന്ന് തോന്നുന്നു, അവിടെ ആ ഗീതില് നടക്കുന്നുണ്ട്. അന്നാണ് സാറിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. അന്ന് എനിക്കിപ്പോഴും ഓർമ്മ, ഞാൻ അവിടെ ചെന്നിട്ട് എന്നോട് കരയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ കരയത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് സാറിനെ കണ്ടിട്ടുള്ളത് അവിടെ. അന്ന് ലാലേട്ടനെ ഞാൻ അവിടെ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു സമയത്ത് അവരുടെ ഡിസ്കഷനൊക്കെ നടക്കുന്നത്. പിന്നെ ഇപ്പൊ മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കട്ടെ. പിന്നീട് കുറെ നാൾ കഴിഞ്ഞ് ആകാശദൂത് കണ്ട് വിനു മോഹൻ ഒരുപാട് കരഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അന്ന് കരയില്ലെന്ന് പറഞ്ഞ ശരിക്കും എന്റെ കൊച്ചിലത്തെ ഫോട്ടോ കണ്ടാല് ആ ക്യാരക്ടർ അതാ ചെയ്തിരുന്ന ആളുടെ എന്റെയും ഫേസ് ഭയങ്കര സിമിലർ ആണ്. അത് കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലൊരു മുഖം ഉണ്ടല്ലോ. അതെ, ഞാൻ സ്കൂളിൽ നിന്ന് പിന്നെ പറഞ്ഞിട്ടൊക്കെയാണല്ലോ പോകുന്നത്. ഞാൻ അപ്പം എല്ലാവരും പറയുന്നത് എന്താണ്, നീ പോയിട്ടോ, നിനക്ക് പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ. ഒന്നാമത് ഈ അപ്പൂപ്പൻ്റെ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയുടെ ഇതിൽ വരുമ്പോൾ ഇപ്പം അമ്മയോ അല്ലെങ്കിൽ അമ്മാവനായാലും ഇവരുടെയൊക്കെ ഒരു ഇതിൽ കിടക്കുമ്പോൾ എല്ലാവർക്കും ഇത് നിസ്സാരം എന്നൊരു തോന്നലുണ്ട്. പക്ഷെ അതെനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമായിരുന്നു അഭിനയിക്കുന്ന സമയത്ത്. ചക്രമുത്തിൻ്റെ ഒരു പൂജയുടെ സമയത്താണ് സാറിനെ ഞാൻ പിന്നെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതും. അതിനുശേഷം എനിക്ക് തോന്നുന്നു വേറെ സാറിൻ്റെ ചെമ്പട്ടെന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടക്ക സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. സെവനാർസ് മോഹൻ ചേട്ടനാണ് എന്നോട് ഇങ്ങനെ ഒരു ഫോട്ടോ നീ അയച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെ പറയും. അങ്ങനെ പോയി സാറിനടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നാണ് ഈ നിവേദ്യം എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. അപ്പോൾ സാർ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് അധികം ഭയങ്കരമായിട്ട് സംസാരിച്ചൊന്നുമില്ല. ആലുവ വീട്ടിൽ പോയിട്ട് സാറിനെ കണ്ടു. സാർ എന്നിട്ട് അവിടുന്ന് കുഴപ്പമില്ല, നമുക്ക് ഞാൻ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ നിവേദ്യത്തിൻ്റെ ഇതിൽ നിൽക്കുമ്പം ഒരു ദിവസം ഇങ്ങനെ ചെറുതുരുത്തിയിലേക്ക് വരുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ വരാം. എനിക്കൊന്ന് അന്ന് അതിൻ്റെ കമ്പോസിങ് തുടങ്ങിയിട്ടില്ല, നിവേദ്യത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ആദ്യം വന്നിരുന്നപ്പോൾ സാറ് പറഞ്ഞത് എന്തെന്നറിയോ? ഞാൻ പറഞ്ഞ് നിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വിളിക്കണമെന്ന് തോന്നിയില്ല. ഞാൻ പറഞ്ഞു അതെന്താ? അല്ല, ഒന്നാമത് ഇപ്പം എല്ലാവരും ഇപ്പം എനിക്കൊന്ന് നിഷാന്തേട്ടനൊക്കെ ചിലപ്പം ആദ്യത്തെ സമയത്ത് പറഞ്ഞു വേറൊരു സ്റ്റാർ, നീ ഇപ്പം സിനിമയെക്കുറിച്ച് അറിയാം, സിനിമയെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്, മീൻ ഫാമിലിയിലുള്ള ഒരാളായതുകൊണ്ട് സിനിമയെക്കുറിച്ച് നിനക്ക് ധാരണകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരാളെ എനിക്ക് ചിലപ്പം ശരിയാവില്ല എന്ന് സാർ ആദ്യം പറഞ്ഞു. പിന്നെ എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിക്കരുത്, എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്ന് അവിടെ ഇരുന്ന് അല്ല സത്യം എനിക്ക് പെട്ടെന്ന് ഒട്ടും മോൾഡഡ് അല്ലാത്ത ഒരാൾ വേണം, അതിനെ പിന്നെ വേണം മോൾഡ് ചെയ്യാൻ. ഏറ്റവും രസമായിട്ടുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് സാറ് ചോദിച്ചാൽ ശരി. അപ്പം ഞാൻ വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സാറ് ഉറങ്ങുമായിരുന്നു. എഴുന്നേറ്റ് ഉച്ചയ്ക്ക് വന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്. കുഴപ്പമില്ല. പിന്നെ ആ ഫോണിൽ സംസാരിച്ചതിൻ്റെയൊക്കെ ആയിരിക്കും സാറ് വരാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നിട്ട് സാറ് ചോദിച്ചു നീ പാട്ട് പാടുമെന്ന് ചോദിച്ചു എന്നോട്. ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം അതാ. ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പാടാനല്ലല്ലോ, ഞാൻ അഭിനയിക്കാനല്ലേ വന്നത്, പിന്നെ ജയമേ പാട്ട് പാടുമോ? ഞാൻ പറഞ്ഞു സാർ അതെന്താ പാടും, കാരണം നമുക്ക് പാട്ട് അറിയാത്ത കാര്യത്തിന് നമുക്ക് ഒരു പ്രശ്നം, ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ. ഒരു കാര്യം പണ്ടൊന്നും കരയാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കിടക്കട്ടെ, ഇനിയൊന്നും ഞാൻ അറിയത്തില്ല ചെയ്യില്ല എന്ന് നമ്മൾ പറയില്ല. അല്ല, ഉറപ്പായിട്ടും. അങ്ങനെ സാറിനോട് പറഞ്ഞു പാട്ട് പാടും. എൻ്റെ കഷ്ടകാലത്തിനും ഞാൻ പക്ഷേ നല്ല കാലത്തിനാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ സാറിൻ്റെ മുമ്പിൽ പ്രമദവനം പാടി. ആലോചിച്ച് നോക്കും. സാറ് 2 മിനിറ്റ് കേട്ടെടുത്തപ്പോ നടനൊന്നുമല്ല, ചങ്കൂറ്റത്തുമേല. അപ്പൊ സാറ് കുറച്ചു നേരം നോക്കിയിരുന്നു, ഭയങ്കര ചിരിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി. അപ്പം പക്ഷെ എനിക്കൊന്ന് അതാണ് സാറിന് സത്യം പറഞ്ഞ സാറിനോട് എനിക്കും സാറിനോട് ഒരു ഭയങ്കര സാറിന് അത്ര ഒരു അടുപ്പം പോലെ എന്നോട് സംസാരിച്ചു തുടങ്ങിയത് അതിനുശേഷം. സിനിമയെ പറ്റിയും പാട്ടിനെ പറ്റിയൊക്കെ ഏതാണ്ട് അറിയാന്നുള്ള ആ ധാരണ കൂടുതൽ നന്നായി പോയെന്ന് ഇതോടുകൂടി പ്രമദവൻ അവിടെ ഇരുന്ന് പാടിയതോടുകൂടി ശരി. അതാണ് സാറിൻ്റെ അടുത്ത് വന്നത്. അത് ആ സാറ് ഭയങ്കര ചിരിയായിരുന്നു. അതിനുശേഷം പിന്നെ എന്നോട് എനിക്കൊരു ഒന്ന് ഫ്രീ ആയി.
അതാണ് തുടക്കം. അതിനുശേഷം അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് വിട്ടു. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഫ്രീ ആണെങ്കിൽ ഒരു കുറച്ച് നാൾ നിൽക്കാവുന്ന രീതിയിൽ പോരേന്ന് പറഞ്ഞു. അപ്പോഴും എന്നെ നീയാണ് അഭിനയിക്കാൻ പോണത് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ചെറുതുരുത്തി വന്ന ആദ്യത്തെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം എന്നെ പാട്ട് പഠിക്കാൻ വിട്ടു. ഞാൻ പറഞ്ഞു ഇനി ഞാൻ പാടിയൻ്റെ സാർ, ഇനി എന്നെ പാടിപ്പിക്കും, ഇതൊന്നും എനിക്കറിയാം. പാട്ട് പഠിക്കാൻ പറഞ്ഞിട്ട് ചെറുതുരുത്തിലൊരു മാഷിൻ്റെ അവിടെ വിട്ടു. കണ്ണ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആവണമെന്ന് പറഞ്ഞിട്ട് കണ്ണ് സാധകം ചെയ്യാൻ അവിടെ കലാമണ്ഡലത്തിനടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ റൊട്ടീൻ ഇതാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, ഇവിടെ പോയി എന്തിനാണ് ഞാൻ പാട്ട് പഠിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കുറേ 2-3 കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചിട്ട് അന്ന് സ്വരങ്ങളൊക്കെ ഒന്ന് പാടിയേ, ഇല്ല ശരിയായില്ല, ഇനിയൊന്നും ആവണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സമയത്താണ് അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഈ നായികയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഫോട്ടോസ് നായികയുടെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻറ്റ്, അപ്പം ഞാനായിരിക്കും ഇനിയിപ്പം നായകൻ്റെ തിരക്കൊന്നുമില്ലല്ലോ, നായികയാണല്ലോ അന്വേഷിക്കുന്നത്. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു നായക വരെ ആയിട്ടുണ്ട്, ഇന്നാകുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ പറഞ്ഞു. അത് ഒരു സൈഡിൽ. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും എന്നോട് ഈ സബ്ജക്റ്റ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും സാറിനെ എപ്പോഴും ഒരു ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു പാറ്റേൺ ഓഫ് ഒരു ടീച്ചിങ് സ്റ്റൈൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളറിയാതെ നമ്മളിലേക്ക് ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തതാണ്. കാരണം നിവേദ്യത്തിൻ്റെ കഥയല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത്, ആ സിനിമയുടെ കഥ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. എന്നോട് മോഹനകൃഷ്ണൻ ജനിച്ച സമയം മുതൽ ആ സിനിമ തുടങ്ങുന്ന ആശാരിപ്പണി ചെയ്യുന്ന അവിടം വരെയുള്ള ഒരു വലിയ സ്റ്റോറി എന്നോട് പറയണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന കുട്ടിക്കാലമൊക്കെ ഉണ്ട്, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ പോകുന്നത്. പിറ്റേ ദിവസം സാർ പറഞ്ഞ് അവിടം തൊട്ടാണ് നമ്മുടെ സിനിമ, ഇത് നീ മനസ്സിലാലോക്ക്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും സമൂഹത്തിൽ ജീവിക്കുക, അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ അവൻ ഒരാളെ കാണുമ്പോൾ അവരോട് പ്രതികരിക്കുന്ന രീതി എന്തായിരിക്കും. ഈ തരത്തിലൊരു ചിന്ത നമ്മളിലേക്ക് അറിയാതെ ഇട്ട് തന്നിട്ട് നമ്മൾ അറിയാതെ ക്യാരക്ടറിലേക്ക് പോകും. എം ജയേന്ദ്രൻ സാറ്, കൈതപ്പുറം തിരുമേനി, അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ഞാനായിട്ട് അത് ഭയങ്കര ഇനി ഒരു യാദൃശ്ചികത, ഈ പരിപാടിയുടെ സംവിധായകനായിട്ടുള്ള ഹരി പി നായർ ആ സിനിമയിലുണ്ട്. അതെ, ഏതോ അമ്പലത്തിൽ നിന്ന് വന്ന് എനിക്ക് പകരം പൂജാരിയാവുന്ന, ആ അമ്പലത്തിൽ പൂജാരിയായിട്ട് വരുന്നത് ഇതിന്റെ സുരേഷ് നമ്പൂരി എന്നാണ്. സിബി സാർ അതിന് മുമ്പ് മാനത്തെ കൊട്ടാരത്തിലോ മറ്റൊക്കെ ഇല്ലേ? അത് എല്ലാവരും അഭിനയിച്ചു. ഒരു കല്യാണത്തിന് വന്നിട്ട് വിഷയമൊന്നുമല്ല. ഊന്നില മഴ എന്നുള്ള പാട്ടില് എല്ലാവരും ഉണ്ട്. മലയാളത്തിൽ സിനിമ എല്ലാവരും ആ സമയത്ത് ഇവിടെയുള്ള എറണാകുളത്തുള്ളവരെല്ലാം വിളിച്ച്. ഹലോ സാറിന്റെ ഒരു എപ്പിസോഡ് നമ്മൾ കഥയും കഥാപാത്രവും മുഹൂർത്തങ്ങളും ഒക്കെയാണ് പറയുന്നെങ്കിൽ ഏതോ ഒരു പോയിന്റ് ഞങ്ങൾ കുറച്ചധികം നേരം പാട്ടുകളെ പറ്റി സംസാരിച്ചു. നിഷാന്തിനോട് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെയാണ് വിനുവിനും ഈ നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പാട്ടിന് സിനിമയ്ക്ക് പുറത്ത് ഒരു ജീവിതവും ആയുസ്സും എത്രയോ കാലങ്ങളുള്ള ആ പാട്ടുണ്ട്. അത് ആരാ എഴുതി ആരാ പാടിയെന്നൊന്നും അറിയില്ലെങ്കിൽ ഒരു ആയുസ്സുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ളത് വലിയ ഭാഗ്യമാണ്. വീണ്ടും നമുക്ക് അഭിനേത്രിയായിട്ടുള്ള സോന നായർ ലോഹിത് സാറിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ലോഹിത് സാറിനെ കുറിച്ച് ഓർക്കുന്നു. തൂവൽ കൊട്ടാരം നിന്ന് തുടങ്ങി വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അഗെയിൻ സത്യനന്ദിക്കാടിന്റെ ചിത്രത്തില് അതിലും ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു. പിന്നെ ഞാൻ ലോഹിതന്റെ പടം എന്ന് പറയുന്നത് അരയന്നങ്ങളുടെ വീട് ലോഹിതൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയിലാണ് ചെയ്യുന്നത്. പിന്നെ സാറിന്റെ തന്നെ മീൻസ് ലോഹിതന്റെ ഡയറക്ഷനിൽ ചെയ്യുന്നത് കസ്തൂരിമാൻ എന്ന ചിത്രത്തിലായിരുന്നു. അതില് മീര ജാസ്മിന്റെ ചേച്ചി കഥാപാത്രം. ശരിക്കും ലോഹിതന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ അഭിനയിച്ചൊക്കെ കാണിച്ചു തരും. ചില പോർഷൻസ് ഒക്കെ പുള്ളി എഴുതി വയ്ക്കുന്നതിന്റെ ആ ഒരു കൺസീവിങ് ലെവലിലേക്ക് എത്തിയില്ലാത്ത പക്ഷം അദ്ദേഹം അത് കാണിച്ചു തരാം. അത് എത്ര വലിയ ആക്ടേഴ്സിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഭയങ്കര സൗമ്യനായിട്ടുള്ള സൗണ്ടേ ഉണ്ടാവില്ല ലൊക്കേഷനിൽ. ലോഹിതന്റെ എന്താ പറയുക, ആ രൂപം പോലെ തന്നെയാണ്. വളരെ നിശബ്ദനായി, സൗണ്ടുകളൊന്നുമില്ല. നമ്മളടുത്തൊക്കെ ഒരു ആർട്ടിസ്റ്റുടെ അടുത്തൊക്കെ അദ്ദേഹം വന്ന് അങ്ങനെയൊന്നും പറയേണ്ടതോ അങ്ങനെ ഒരു വളരെ സൗമ്യനായിട്ട് നിൽക്കേണ്ട ഒന്നും ഒരു അത്തരം വലിയ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു. ലോഹിത് സാറിന്റെ ഓർമ്മകൾ ഇനിയും ചിലത് ഇങ്ങോട്ടേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ക്ഷണം സ്വീകരിച്ചെത്തിയ നിഷാന്ത് സാഗർ, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ 2ാം സിനിമയാണ് ലോഹിത് സാർ കണ്ടെത്തിയതും വിളിച്ചതും ഒക്കെ. എങ്കിലും നമുക്ക് ഇദ്ദേഹത്തെ അറിയാവുന്നത് ഈ സിനിമകളിലൂടെയാണ്. തൊടുപുഴയിൽ നിന്നും സിനിമാ മോഹങ്ങളുമായി വന്ന നിഷാന്ത് സാർ ഇപ്പോഴും നമ്മൾ ലോഹിത് സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിലെ ഒരു പ്രകടനവും കഥാപാത്രവുമെല്ലാം നമ്മുടെ മുന്നിൽ അത്രയധികം തെളിച്ചത്തോടെ തെളിവാർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. വന്നതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു. ഇനി ഒരാൾ കൂടെ അതിഥിയായിട്ട് എത്തുകയാണ്. ചലച്ചിത്ര മേഖലയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് എങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് വലിയ മഹത്വമുണ്ട്, വലിയ പ്രസക്തിയുണ്ട്. നമ്മൾ ഇത്രയും നേരം ഓർമ്മിച്ച, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന പ്രിയപ്പെട്ട ലോഹിതദാസ് സാറിൻ്റെ ഇളയ മകൻ വിജയ് ശങ്കർ. നമസ്കാരം. നമസ്കാരം. ഞങ്ങളിങ്ങനെ ലൂയിസ് സാറിന്റെ സിനിമകളെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നു. രണ്ടുപേരിൽ ഇളയാള് വിജയ് ശങ്കർ, രണ്ടാമത്തെ ആളാണ്. മൂത്താള് ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ ക്യാമറ, അതെ ക്യാമറമാനാണ്. ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. വിജയ് ശങ്കർ കുഞ്ഞുണ്ണിന്ന് വിളിക്കും. ചക്കരയും കുഞ്ഞുണ്ണിയും. ചക്കരയും കുഞ്ഞുണ്ണിയുമാണ്. അതിൽ കുഞ്ഞുണ്ണിയാണിത്. വിജയ് ശങ്കർ, ഈ ഓർമ്മയിൽ ആദ്യം പോയ ലൊക്കേഷൻ ഏതാണ്? ഓർമ്മയിൽ എനിക്ക് ചെങ്കോലിന്റെ ലൊക്കേഷൻ ഓർമ്മയുണ്ട്. അത് നമ്മളിങ്ങനെ പുറകോട്ട് നടന്നിട്ട് നമ്മളൊരു ഓർമ്മ തുടങ്ങണ സ്ഥലത്തെത്തുമ്പം ഇവിടുന്ന് ഒരു ചെങ്കോലിലാണ്. ചെങ്കോലിന്റെ ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു. എത്ര, എനിക്കൊരു 3 വയസ്സോ ആ ഒരു ടൈമാണ്. ഏറ്റവും പിന്നെ പറഞ്ഞാല് സല്ലാബൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് ഓർമ്മയുള്ളതാണ്. സല്ലാബത്തിൽ അഭിനയിച്ചിരുന്നു. സല്ലാപത്തിലുണ്ടോ? ദിലീപിനെ കളിയാക്കുന്ന മറ്റേ മുഴക്കോല മുഴക്കോല് എന്ന് പറഞ്ഞിട്ട്, മുഴക്കോല് എന്ന് പറയുന്ന സംഘത്തിൽ നിന്നുണ്ടല്ലേ? ആഹാ. സല്ലാപം തൊട്ടുള്ള ഓർമ്മകളാണ്. ഇപ്പം ഏതുവരെ പഠിക്കുവോ? ആ വഴിക്കൊക്കെ പോയത് എന്തായിരുന്നു? അതോ സിനിമ തന്നെ ആയിരുന്നോ? സിനിമ പരിപാടികളൊക്കെ തന്നെയായിരുന്നു. കൂടുതലും അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് ഡയറക്ഷനിലേക്കാണ്. അപ്പം സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷനിലേക്കാണ്. സ്ക്രിപ്റ്റ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ തന്നെയാണ് എഴുതുന്നതൊക്കെ. അപ്പം ഇപ്പം വിനു ഒഴിഞ്ഞുകൂടാൻ പറ്റാത്ത ഒരു ചോദ്യം ഉണ്ടല്ലോ നമ്മുടെ ഈ എന്നെത്തും ഏതാണ് മുത്തച്ഛന്റെ പേര് തൊട്ട് വരുന്ന പോലെ, അതുപോലെ ഒരു ഒഴിവാക്കാനും ഒഴിഞ്ഞു മാറാനും പറ്റാത്തൊരു ചോദ്യമാണ്. സിനിമാ പരിപാടികൾ എടുത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങിയോ, നോക്കിയിട്ടുണ്ടോ? എഴുത്ത് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ചെറിയൊരു സിനിമേന്റെ പണിപ്പുരയിലാണ്. അദ്ദേഹം ഈ ലോഹിത് സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് വളരെ നമുക്ക് മൈൽഡായിട്ട് തോന്നുന്ന ഒരുപാട് സിറ്റുവേഷൻ. നേരത്തെ ഞങ്ങൾ ദശരഥത്തിന്റെ ക്ലൈമാക്സിനെ പറ്റിയൊക്കെ പറഞ്ഞു. വളരെ മൈൽഡെന്ന് തോന്നാമെങ്കിലും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ, കുടുംബ കഥകൾ, സഹോദരന്മാർ തമ്മിലുള്ള ആത്മബന്ധം, മുത്തച്ഛൻ, കൊച്ചുമൻ, അച്ഛൻ, അമ്മൂമ്മ, മകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആത്മബന്ധങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു നല്ല ബാല്യത്തിൽ മുഴുവൻ അദ്ദേഹം ഏറ്റവും തിരക്കുള്ളൊരു സിനിമാക്കാരനാണ്. നമുക്ക് മൊബൈലില്ല, വീഡിയോ കോളുകൾ, പരിപാടികളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു അവൈലബിലിറ്റിയും അച്ഛനെന്നുള്ള നിലയിലുള്ള വരവും പോക്കുകളൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛനെ ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് തീരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം ഞങ്ങളൊരു സ്കൂളിങ്ങിന്റെ അവസാന കാലത്താണ് അച്ഛൻ മരിക്കുന്നത്. അപ്പം അതുവരെ എന്ന് പറഞ്ഞാൽ അച്ഛൻ വീട്ടിലുണ്ടാവുന്ന വളരെ വളരെ ചുരുക്കം ദിവസങ്ങളെ വീട്ടിലുണ്ടാവുള്ളൂ, വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പം ഉണ്ടാവുന്ന സമയങ്ങളിൽ തന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഗസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനുകളോ പരിപാടികളോ എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമുക്ക് അങ്ങോട്ട് കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഈ പറയുന്ന വ്യക്തിയെ. പാടാണ്, കിട്ടല് വളരെ കുറവായിരുന്നു. ഇപ്പം അച്ഛന്റെ സിനിമകളിലെ കാണലിന്റെ അളവ് എങ്ങനെയാണ്? ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന അച്ഛന്റെ പടങ്ങൾ തന്നെയാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു റെഫറൻസിന് വേണ്ടിയോ ഒന്നല്ല, പക്ഷെ എനിക്കൊരു കംഫർട്ട് തരുന്നത് പറയുന്ന പോലെ കിരീടവും ദശരഥവും അമരവും ഇത്തരം സിനിമകളൊക്കെ തന്നെയാണ്. ഇപ്പോഴാണ് കൂടുതൽ അത് റിപ്പീറ്റ് ചെയ്ത്. ഇപ്പൊ സിബി സാറും കൂടെ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ചില ഭയങ്കര മെഡിക്കൽ ത്രില്ലറുകൾ എഴുതുമ്പോൾ അത് ഡോക്ടറാണ്. വലിയ വക്കീൽ കഥ എഴുതുന്നു, അയാള് പ്രൊഫഷണലി വക്കീലാണ് എന്നൊക്കെ പറയും. പക്ഷെ ലോഹിത് സാറിൻ്റെ ഒരു എഴുത്ത് നോക്കുമ്പോൾ ഇപ്പം അമരം, മൃഗയിലെ വാറുണ്ണി, ഇസൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം, അല്ലെങ്കിൽ സാഗരൻ സാക്ഷിയിലെ കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല, ഒരു പ്രദേശം മുഴുവനുണ്ട് അതിനകത്ത്. ഒരു പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും മാനസിക വികാരങ്ങളും അവരുടെ ഒരു ജീവിതചര്യകളും അവരുടെ ജീവിത ചുറ്റുപാടുകളുണ്ട്. അതിപ്പുറത്തുമുണ്ട്, അപ്പുറത്തുമുണ്ട്.
അത് എങ്ങനെയായിരിക്കും അതിലേറ്റ് ഒരു കാരണം അത് നമുക്ക് പരിചയമില്ലാത്തൊരു പ്രദേശമൊന്നുമല്ല. അവിടെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകർ മനസ്സിലാവും, അയ്യോ അത് അങ്ങനെ അല്ലല്ലോ എന്ന് മനസ്സിലാവും. പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് ആ പ്രദേശങ്ങളെല്ലാവരും അതിൻ്റെ ഒരു ഒബ്സർവേഷന് പോക്കൊക്കെ ഉണ്ടായിരുന്നോ, അതോ സൗഹൃദങ്ങളിൽ നിന്നായിരിക്കും അത് കിട്ടിയിട്ടുണ്ടാകുന്നത്? ഇല്ല, ലോഹി എപ്പോഴും ആൾക്കാരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ലോഹി ഇങ്ങനെ ഒരു ചില്ല് കൊട്ടാരത്തിൽ കയറിയിരുന്ന് എഴുതുന്ന ആളല്ല. ലോഹി യാത്രകൾ പോവുക. ഇപ്പം ലക്കിടിയിലൊക്കെ താമസിക്കുമ്പോൾ തന്നെ ലോഹി രാവിലെ നടക്കാൻ പോകും, പോകുന്ന വഴിക്ക് ചായക്കടകളിൽ പോകും. അവിടെ ചായ കുടിക്കാൻ കയറും, ചായ കുടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, അവിടെ കുറേ ആൾക്കാരെ കാണും, കുറേ ജീവിതങ്ങൾ കാണും, അവരിൽ നിന്ന് പറയുന്ന കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്നു. അങ്ങനെയാണ് ഈ യാത്രകൾ ഒരുപാടുണ്ട്. ലോഹി മിക്കവാറും യാത്രകളാണ്. ഇവരൊക്കെ തന്നെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകൾ, ഈ കുടുംബങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളൊക്കെ ഉണ്ട്. നമ്മളൊരു മൂന്നാറിലൊക്കെ ഒരു യാത്രയൊക്കെ പോയി, ഇവരെല്ലാവരും ഉണ്ട്, ഇവരും കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ എണീക്കുന്നതിന് മുമ്പ് ലോഹിയും പിള്ളേരും സിന്ധുവും കൂടെ രാവിലെ വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോകും, കാട്ടി അവിടെ രാവിലെ പോയി ആനയെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇങ്ങനെ മനുഷ്യരെയും ലോകത്തെയും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഒരിക്കലൊരു യാത്രയിൽ പോകുമ്പോൾ ഒരു കഥാപാത്രത്തെ കിട്ടിയതിനൊരു ഉദാഹരണം പറയുകയാണ്. ലോഹിയും സിന്ധുവും കൂടെ വണ്ടിയിൽ പോവുക. ലോഹി തന്നെ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, വണ്ടിയിൽ പോകുമ്പോൾ വഴിയിലൊരു വഴക്ക് നടക്കും, ഒരു ആൾക്കൂട്ടം കാണുന്നു, അവിടെ നിൽക്കുന്നു. അപ്പം ലോഹി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് വണ്ടി നിർത്തി അവിടെ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയും 3-4 ആൾക്കാരുമായിട്ടുള്ള വഴക്കാണ് നടക്കുന്നത്. അപ്പോൾ അതൊരു വേശ്യാസ്ത്രീയാണെന്നും അവരുടെ ഇടപാടുകാരുമായിട്ടുള്ള എന്തൊരു വഴക്കാണെന്നും ആൾക്കൂട്ടമൊക്കെ കണ്ട് രസിച്ച് നിൽക്കുമ്പോൾ ലോഹി കുറേ നേരം അത് കണ്ടു നിൽക്കുന്നത്. അവർ പറയുന്ന വർത്തമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ത്രീ പറയുന്ന വാക്കുകൾ എന്തായിരിക്കും, ഭാഷ എന്തായിരിക്കും എന്നൊക്കെ. അത് കഴിഞ്ഞ് ഈ സ്ത്രീ അങ്ങോട്ട് നടന്നു പോയപ്പം ലോഹി വണ്ടി എടുത്ത് പുറകെ, സിന്ധു ഫ്രണ്ടിലിരിപ്പുണ്ട്. അടുത്ത് ചെന്നിട്ട് ലോഹി ചോദിച്ചു, വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ കുറേ തെറി പറഞ്ഞു. അപ്പോൾ ലോഹിക്ക് അത് കേൾക്കാൻ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ സ്ത്രീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. കൂടെ ഒരുത്തി ഉണ്ടല്ലോ പിന്നെ എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് ആ സ്ത്രീ അങ്ങ് ജീവിതത്തിൽ പോവുകയും ചെയ്തു. ഇങ്ങനെയാണ് സാധനം. എന്താണ് ഒരു കഥാപാത്രത്തെ കണ്ടെത്തുന്നത്, അവരുടെ ഭാഷ, അവരുടെ ജീവിതം. പിന്നീട് ആ കഥാപാത്രത്തെ ലോഹി കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത് വളയത്തിലെ ബിന്ദു ചെയ്ത കഥാപാത്രത്തിലേക്കാണ്. പക്ഷെ അതിന് വേറൊരു ഡയമെൻഷൻ കൊടുത്തത്. അതിൻ്റെ ആ ലോഹി അപ്പോൾ കണ്ട സ്ട്രീറ്റിൽ കണ്ട വഴക്കടിച്ച സ്ത്രീയിൽ നിന്നും അവർക്കൊരു പശ്ചാത്തലമുണ്ട്. അവരെന്തിനാണ് അങ്ങനെ നടക്കുന്നത്? സാധാരണ ഒരു സ്ത്രീകൾ ഇപ്പോൾ ഈ വനജ എന്ന് പറയുന്ന കഥാപാത്രം ഭർത്താവ് തളർന്നു കിടക്കുന്ന ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ടിക്കറ്റ് വിൽക്കാൻ ഇറങ്ങിയതാണ്. അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ചില ജീവിതത്തിലേക്ക് അവർ പോകേണ്ടി വന്നു. പക്ഷേ ഭർത്താവ് മരിച്ചതോടുകൂടി അവരത് ആ ജോലിയിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട്. മുരളിയെടുത്ത് പറയുന്നു, ഇനി ഞാനതിനില്ല സാർ, ഇനി എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ കിട്ടിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അയാളിലുള്ളൊരു നന്മയെ പുറത്തേക്ക് കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇവിടെ എല്ലാ കഥാപാത്രങ്ങളും, വില്ലന് പോലും ഒരു നന്മയുണ്ട് എവിടെയെങ്കിലും. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ലോഹി സാറ് ജനകീയാക്കിയ നമ്മുടെ മഞ്ജു വാര്യർ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമുക്ക് കേൾക്കാം. സല്ലാപത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഏതോ ഷോട്ടിൻ്റെ ഇടവേളയിൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, മഞ്ജു ഒരു നേർച്ചക്കോഴിയാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. ഇനി എന്നെ കളിയാക്കിയതാണോ എന്നൊക്കെ ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥവും ഒരു ആഴവും വ്യാപ്തിയും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു നികത്താനാവാത്ത നഷ്ടം എന്ന് നമ്മൾ ചില ആളുകളുടെ വിയോഗത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സിനിമാ ജീവിതത്തിൽ നികത്താനാവാത്തൊരു നഷ്ടം ഇന്നും ലോഹി സാറിൻ്റെ തന്നെ ആയിരിക്കും. ഇന്നും അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കെങ്കിലും ഞാൻ മനസ്സിൽ ഒരു വിചാരിച്ചൊന്ന് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് ലോഹി സാർ. കുഞ്ഞണ്ണിയുടെ ഒരു സിനിമ താല്പര്യങ്ങൾ, സിനിമയാണ് വിഷയം എന്നുള്ളത് പറഞ്ഞിരുന്നു. എങ്കിലും ഈ ഒരു ഏത് തരത്തിലുള്ള സിനിമകളോടാണ് കൂടുതൽ താല്പര്യം വന്നിട്ടുള്ളത്? ഇപ്പം സിനിമകൾ അങ്ങനെ ഓരോ സിനിമകളും ഒരു ഹെഡിങ്ങിൻ്റെ കീഴെയായിട്ടുണ്ട്. ക്രൈം, ത്രില്ലർ, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഉണ്ടല്ലോ ഒരു സിനിമയ്ക്ക്. ഏത് സ്വഭാവത്തിലുള്ള സിനിമകളോടാണ് ഒരു താല്പര്യമുള്ളത്, കാണാൻ അല്ലെങ്കിൽ എഴുതാൻ? കൂടുതലും ഫാമിലി ഡ്രാമയോട് തന്നെയാണൊരു അഫിനിറ്റി ഉള്ളത്. കാരണം ഇപ്പോൾ അച്ഛൻ്റെ എല്ലാ സിനിമകളും നോക്കിയാലും ഇപ്പോൾ കൗരവർ നോക്കിക്കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു അധോലോക കഥയാണ്, പക്ഷേ അതൊരു കുടുംബകഥയാണ് എന്ന് പറയുന്ന പോലെ എല്ലാ കഥകൾക്കും ആ ഒരു ഫാമിലി ഡ്രാമ എന്ന് പറയുന്നതിനൊരു സോളിഡായിട്ടൊരു
എന്താ പറയുക, ഒരു ബേസ് ഉണ്ടായിരുന്നു എല്ലാ കഥകളും. അപ്പോൾ ഒരു ഫാമിലി ഡ്രാമ എന്നും ആൾക്കാർക്ക് മടുക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. അതിനോടാണ് എനിക്ക് താല്പര്യം കൂടുതൽ തോന്നിയേക്കുന്നത്. ഫാമിലി ഡ്രാമ, ഇപ്പം നമ്മൾ ഗാങ്സ്റ്റർ സിനിമകൾ എന്നൊക്കെ പറയുമ്പോഴും സസ്നേഹം, കുടുംബപുരാണം, മാലയോഗം തുടങ്ങിയിട്ടുള്ള സിനിമകളിലൊക്കെ ഒരു നർമ്മത്തിൻ്റെ എഴുത്തിലും വളരെ രസകരമായിട്ടുള്ള ചില നർമ്മങ്ങളും അതിൻ്റെ ചില തുടർച്ചകൾ തിരക്കഥയിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യും. വ്യക്തി ജീവിതത്തിൽ ഒരു നർമ്മത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ആളായിരുന്നു. അതോ ഒരു നമുക്ക് എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നൊരു വിഷ്വൽ ഉണ്ടല്ലോ, ലോഹിതദാസ് സാറിന് ആ വിഷ്വലുണ്ട്, ചെറുതായിട്ട് ഒരു സൈഡ് ബാഗും താടിയും എന്നൊക്കെ ഉള്ള ഒരു വിഷ്വലുണ്ട്. ആ ഗൗരവത്തിൻ്റെ ഒരു വിഷ്വലാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. ഒരു നർമ്മം അദ്ദേഹം എന്തുമാത്രം ആസ്വദിച്ചിരുന്നു, പറയാറുണ്ടായിരുന്നോ? നർമ്മം ആസ്വദിക്കാറുണ്ട്. അങ്ങനെ വലിയ പൊട്ടിച്ചിരിക്കുന്ന തമാശകളൊന്നും പറയാറില്ല. പക്ഷെ നർമ്മമുണ്ട്. സംസാരത്തിൽ എന്തെങ്കിലും ഒരു നർമ്മം കണ്ടെത്താനുള്ളൊരു സിദ്ധിയുണ്ട് അദ്ദേഹത്തിന്. ഞാൻ വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്യും. ഇപ്പം മഞ്ജു പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, നേർച്ചക്കോഴി എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ. ഈ സല്ലാപം ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് നേർച്ചക്കോഴിയുടെ കാര്യം പറയുന്നത്. സലാപത്തിൻ്റെ 100-ാം ദിവസം ആഘോഷിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഞങ്ങൾ ആ ആഘോഷം കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നൊരു വേളയിൽ ഞാനും ലോഹിയും മഞ്ജുവൊക്കെ ഇരിക്കുമ്പോൾ ലോഹി മഞ്ജുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ അഭിനയത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ടവളാണ്, നിനക്ക് മറ്റൊരു ജീവിതമില്ല, ഇതാണ് നിൻ്റെ ജീവിതം എന്ന് പറഞ്ഞപ്പം മഞ്ജു ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് നോക്കി നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിപ്പോൾ മഞ്ജു ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം അത്രമാത്രം ഒരു അവളുടെ ആ ഒറ്റ സിനിമയിലെ അഭിനയത്തോടുകൂടി ഇവളുടെ സിദ്ധി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ഇത് അഭിനയമാണ് നിൻ്റെ വഴി, നിൻ്റെ ജീവിതം എന്ന് പറയാൻ ഉള്ളൊരു പ്രവചനം പോലെ ഇത് എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. ഈ പറഞ്ഞതുപോലെ ഈ സിനിമയ്ക്ക് അപ്പുറമുള്ള ചില തിരുത്തലുകളും കറക്റ്റ് ചെയ്യലും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ ആശയപരമായ ഒരു സിനിമയുടെ കഥയുടെ ഡിസ്കഷൻ എന്നുള്ളതിനൊക്കെ അപ്പുറം വ്യക്തിപരമായി ഇന്ന ഡിസിഷൻ നല്ലതാണ്, ഇന്ന ഡിസിഷൻ ചെയ്യേണ്ട, ഇന്നത് ചെയ്യാൻ വേണ്ട, അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ നിങ്ങൾ തമ്മിൽ പറയാറുണ്ടായിരുന്നോ എന്തെങ്കിലുമൊക്കെ? ഞങ്ങൾ സിനിമയും മാത്രമല്ല സംസാരിക്കുന്നത്. സിനിമ ചർച്ചകളേക്കാൾ കൂടുതൽ പൊതുവായിട്ടുള്ള നിരീക്ഷണങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തികളെക്കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. സിനിമയുടെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ലോഹിയായിട്ട് ദീർഘമായ ഇങ്ങനെ വൺ ലൈൻ ഉണ്ടാക്കൽ പരിപാടിയില്ല. അതൊക്കെ ലോഹിയുടെ മനസ്സിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഒരു വിഷയം വരുമ്പോൾ ലോഹി നമ്മുടെ അടുത്ത് പറയുന്നത് ഇങ്ങനൊരു ഒരു ക്യാരക്ടറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് നിരന്തരമായിട്ടിരുന്നിട്ട് ആ വൺ ലൈൻ ഉണ്ടാക്കാമെന്ന് പറയുന്ന പരിപാടിയില്ല. ലോഹിയുടെ മനസ്സിൽ അത് രൂപപ്പെട്ട് കഴിഞ്ഞ ശേഷമാണ് പിന്നെ എന്നിലേക്ക് എത്താറുള്ളത്. ഒരു തുടക്കം മാത്രം, ഒരു സ്പാർക്ക് മാത്രം പറഞ്ഞിട്ട് പിന്നെ ലോഹി അത് രൂപപ്പെടുത്തിയ ശേഷമാണ് എന്നിലേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നത് പൊതുവെ മറ്റുള്ള എഴുത്തുകാരെക്കാൾ ലോഹി വ്യത്യസ്തനാക്കുന്നതും ലോഹിക്ക് വൺ ലൈൻ എന്ന് പറയുന്നൊരു ഫോർമാറ്റ്, സിനിമയുടെ ഒരു സാങ്കേതിക ഫോർമാറ്റുകളൊന്നും പരിചിതമല്ല. അപ്പോൾ ആദ്യ തനിയാവർത്തനത്തിൻ്റെ കഥ എൻ്റെ അടുത്ത് ഞങ്ങൾ ഈ സുഭാഷ് പാർക്കിൽ നിന്നും ജോസ് ജംഗ്ഷൻ വരെ നടക്കുന്ന സമയത്ത് പറഞ്ഞു തീർത്ത ഒരു കഥ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ സാമ്പ്രദായിക രീതിയിൽ ലോഹിയെടുത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വൺ ലൈൻ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. കാരണം വൺ ലൈൻ പറയുന്നത് എൻ്റെ സാങ്കേതികമായ ആവശ്യമാണ്. കാരണം വൺ ലൈൻ കിട്ടിയാൽ ആരൊക്കെയുണ്ട്, ക്യാരക്ടേഴ്സ് എവിടെയുണ്ട്, ലൊക്കേഷൻ ഏതാണെന്നൊക്കെ തീരുമാനിക്കാമെന്നുള്ളതാണ്. ലോഹി ഒരു ഉച്ചവരെ ഇരുന്നിട്ട് വൺ ലൈൻ എഴുതിയിട്ട് പറഞ്ഞു, എനിക്കിത് പറ്റുന്നില്ല, ഞാൻ സ്ക്രിപ്റ്റായിട്ട് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. പോയി ഒരു 3 സീൻ എഴുതി കൊണ്ടുവന്ന് എന്നെ കാണിച്ചിട്ട് ഇത് മതിയോ എന്ന് ചോദിച്ചു. ഈ 3 സീൻ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാനില്ല, ഞാൻ ലൊക്കേഷൻ നോക്കാൻ പോകണം, ലോഹി ഇവിടെ നിന്ന് എഴുതിക്കോളാം. കാരണം ആ 3 സീനുകൾ കൊണ്ട് ഇയാൾ എങ്ങനെയാണ് എഴുതാൻ പോകുന്നതെന്നുള്ളതും ഇയാളുടെ സ്ഥിതി എന്താണെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നില്ല, പിന്നെ ഞാൻ ഇവിടെ നിന്ന് ലൊക്കേഷൻ തപ്പി നടക്കൽ മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ സിനിമയിൽ കണ്ടുവരുന്ന എല്ലാ സാമ്പ്രദായിക രീതികളെയും മറികടന്നിട്ടുള്ള ഒരു എഴുത്ത് രീതിയും ഒരു ക്രിയേറ്റീവ് സ്പേസുമാണ് എപ്പോഴും ലോഹി കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്രതീക്ഷിതമായ വിയോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ. സിബി സാർ നമ്മുടെ ഈ ഒരു പങ്ക്തിയുടെ തുടക്കത്തിൽ പറഞ്ഞു, ആദ്യം പറഞ്ഞത് 3 സിനിമകളാണ്. അതിൽ സിബി സാർ എടുത്ത് കൂടാതെയുള്ള മറ്റ് 2 കഥകളും പിന്നീട് സിനിമയാവുകയും ചെയ്തു. അപ്പോൾ ഇതിന് ശേഷം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന അല്ലെ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന തിരക്കഥകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും അങ്ങനെ ഒരു അറിവ് കേട്ടിട്ടോ പറഞ്ഞിട്ടോ ഒക്കെ ഉണ്ടോ എപ്പോഴെങ്കിലും? അച്ഛനങ്ങനെ 2-3 സബ്ജക്റ്റുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് 1-2 ആർട്ടിസ്റ്റിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 സബ്ജക്റ്റുകൾ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അച്ഛനൊരു ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയാറുണ്ടായിരുന്നൊരു കാര്യം, ലോഹിതദാസിൻ്റെ കാലിബർ എന്താണെന്ന് ഇനി ജനങ്ങൾ കാണാൻ പോകുന്നുള്ളൂ.
ഇനിയാണ് കാണാൻ പോകുന്നത് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ദ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം എന്നുള്ളൊരു. അപ്പോൾ ഭീഷ്മറിൻ്റെ ആണ് എഴുത്ത് നടന്നുകൊണ്ടിരുന്നത് അച്ഛൻ മരിക്കുന്ന ആ ഒരു സമയത്ത്. പിന്നെ വേറെ 1-2 സബ്ജക്റ്റുകൾ നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു സമയത്താണ് ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത്, അതായത് കഥകളെ പറ്റിയൊക്കെ. കാരണം ഞങ്ങൾക്കും അതിനുള്ളൊരു പ്രായം എന്നാലും ഒരു 18 വയസ്സ് അത്രേ ആയിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ എങ്കിലും ഒക്കെ ഇങ്ങനൊരു കഥയാണെന്നൊക്കെ പറയുന്നത് ആ ഒരു അവസാന സമയത്താണ്. ഇങ്ങനൊരു 2-3 കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അല്ല, ഇപ്പം മിനിമം പോയെന്ന് പറഞ്ഞ ഈ ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസ്, ഹോട്ടലുകളിൽ എഴുത്ത്, ലൊക്കേഷനിൽ ഇരുന്ന് എഴുത്ത് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലൊരു എഴുത്ത് സെറ്റപ്പും എഴുത്ത് മുറിയും അങ്ങനെയൊക്കെ ഒരു പരിപാടി. വീട്ടിലേക്ക് സിനിമ വരുമായിരുന്നോ? വീട്ടിലേക്ക് സിനിമ അങ്ങനെ വരില്ല, പക്ഷെ കഥാപാത്രങ്ങൾ വരും. കഥാപാത്രങ്ങൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലൊരു ഓണത്തിന് ഇതുപോലെ കുറച്ച് തെങ്ങും കള്ളൊക്കെ ഒപ്പിച്ച് അച്ഛൻ 2 ഗ്ലാസ് കള്ളൊക്കെ കുടിച്ചിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ അച്ഛൻ ഏങ്ങി കരയാൻ തുടങ്ങി. കരയുമ്പോൾ അപ്പം ഞങ്ങളും സ്കൂളിൽ പോകുന്ന ഒരു സമയമാണ്. അപ്പം ഒരു കരച്ചിലിൻ്റെ ഒടുക്കാണ് അറിയുന്നത് ബാലേട്ടൻ എന്ത് നിഷ്കളങ്കന എന്ന് പറഞ്ഞാണ് കരയുന്നത്. അതായത് 10,000 രൂപ വാങ്ങാനായിട്ടൊരു ബാഗ് ആയിട്ട് പോയി. തനിയാവർത്തനത്തിലെ ബാലമാഷിനെ പറ്റി പറയുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സ് വരും നമ്മുടെ ജീവിതത്തിൽ. ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകളിൽ നമുക്ക് സിമിലാരിറ്റി ഉള്ള പല ഇൻസിഡൻസ് സംഭവിക്കുക. എന്നുവെച്ചാൽ ഇപ്പോൾ കിരീടത്തിൽ വ്യായാമം ചെയ്യാൻ പറഞ്ഞ് സേതുവിനെ നിർബന്ധിക്കുന്നത്, ഇതൊക്കെ വീട്ടിൽ മുട്ട തിന്നാൻ പറയോ അങ്ങനെ തുടക്കത്തില് അപ്പോൾ വണ്ണം കുറയ്ക്കാനായിട്ട് ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ നിരന്തരം നടന്നിരുന്ന കാര്യം. കാരണം ഞാനൊരു 100 കിലോന്റെ മുകളിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ വീട്ടിലെ ഡയറ്റാണ്. അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിൽ മുത്തശ്ശി നല്ല പുട്ടും കടലൊക്കെ തരുന്ന പോലെ തരാനായിട്ട് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് അച്ഛൻ അറിയുകയും ചെയ്യും, അച്ഛനത് ചോദിക്കുകയും ചെയ്യും. ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അല്ലാതെ ഒരു സിനിമാ ചർച്ചകൾ പൊതുവെ വീട്ടിലേക്ക് അങ്ങനെ ഒരു എഴുതാനായിട്ടൊരു മുറിയോ അല്ലെങ്കിൽ ഒരു എഴുതാനായിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. വീട്ടിലിരുന്നൊരു എഴുത്ത് താരതമ്യേന ഇല്ല, വീട്ടിലിരുന്ന് ഇല്ല. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ എന്തെങ്കിലും ലേഖനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതും വളരെ റയറായിട്ട് അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല. തിരക്കഥകളെല്ലാം ഒരു ആർക്കൈവായിട്ട് കയ്യിലുണ്ടോ അതോ സിനിമകളായിട്ട് നമുക്ക് ഈ കാണുന്ന വീഡിയോകളേ ഉള്ളോ? തിരക്കഥകൾ ഉണ്ട്, ചിലത് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ പണ്ട് ഇങ്ക് പെൻ യൂസ് ചെയ്ത് എഴുതിയേക്കുന്നതൊക്കെ ഇപ്പൊ ബ്ലാങ്ക് പേപ്പർ ആയിട്ടിരിക്കുന്നത്, ഫെയ്ഡ് ആയി പോയിട്ട്. അപ്പോൾ അല്ലാതെ കുറച്ച് ഉണ്ട്. ചിലത് തിരക്കഥ പുസ്തകങ്ങളായി വന്നിട്ടുണ്ട്, ബാക്കി ഒരുപാട് ബ്ലാങ്ക് പേപ്പേഴ്സ് ഇരിക്കുന്നത്. വാത്സല്യം ആയിക്കോട്ടെ, പാഥേയമായിക്കോട്ടെ, വെങ്കലം ആയിക്കോട്ടെ, സാഗരം സാക്ഷി ആയിക്കോട്ടെ, ഉദ്യാനപാലകനൊക്കെ ഉൾപ്പെടെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ കുറച്ചധികം നേരത്തെ ചർച്ചകളിൽ പറഞ്ഞ സിനിമകൾ ഒരുപാടുണ്ട്, പറയാതെ പോയ സിനിമകൾ ഒരുപാടുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞ സിനിമകളെ കുറിച്ച് തന്നെ ഇനിയും പറയാനാണെങ്കിൽ പറയാൻ ഒരുപാടുണ്ട്. എത്രയോ ഇരുന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഇപ്പോൾ മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരുപാട് കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കഥാ പരിസരങ്ങളും മുഹൂർത്തങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു തന്ന അനശ്വരനായ എഴുത്തുകാരൻ ലോഹിതദാസ് സാറിൻ്റെ ഓർമ്മകളിലാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മുന്നിലേക്ക് പോയത്. പ്രിയപ്പെട്ട സിബി സാർ, വിനു മോഹൻ, കുഞ്ഞുണ്ണി, സുന്ദർദാസ് സാർ, എഴുത്തുകാരൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും എല്ലാം നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്പർശിച്ചിട്ടുള്ള. കുഞ്ഞുണ്ണി ഇതിനിടെ പറഞ്ഞു സിനിമാക്കാർ വരുന്നില്ലെങ്കിലും കഥാപാത്രങ്ങൾ വരുന്നുണ്ട് എന്ന്. ലോഹിതദാസ് സാർ എന്നൊരു വ്യക്തി നമ്മളിലേക്ക് എല്ലായ്പ്പോഴും കടന്നു വരുന്നില്ലെങ്കിലും അദ്ദേഹം ഉണ്ടാക്കി വെച്ചുപോയ കഥാപാത്രങ്ങളെ നമ്മൾ സ്ക്രീനിലും ജീവിതത്തിലും വഴിവക്കിലും എവിടെയൊക്കെയോ ആയി എല്ലാ ദിവസവും നിത്യേന എന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നല്ല ഓർമ്മകളിലൂടെയാണ് ഓർമ്മയിലെന്നും എന്ന പരിപാടി കഴിഞ്ഞ കുറേ അധികം സമയം യാത്ര ചെയ്തത്. ഈ ഓരോ എപ്പിസോഡിൽ നമ്മൾ ഓരോ ഓർക്കപ്പെടുന്ന ഓരോരുത്തരെ പറ്റി ഒരു ആൽബം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്ന് സൈൻ ചെയ്യാം, എപ്പിസോഡ് അവസാനിപ്പിക്കാം. സാറിന്റെ മകന് സിബി സാർ അമൃത ടി വിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഉപഹാരം.
കാണുന്നത് കഥകളാണെന്നും കൃത്രിമമായി ഉണ്ടാക്കിയ കഥാപാത്രങ്ങളാണെന്നുമുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഓരോ സിനിമയും നമ്മൾ കാണുന്നത്. ഈ ബോധ്യമുണ്ടെങ്കിലും ചില സിനിമയും അതിലെ കഥാപാത്രങ്ങളുമെല്ലാം എവിടെയോ നമുക്ക് പരിചയമുള്ളവരെ പോലെ, നമ്മുടെ തൊട്ട അയൽവക്കത്ത് താമസിക്കുന്നവരെ പോലെ, ബന്ധുക്കളെ പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കഥയും കഥാപാത്രങ്ങളെയും എല്ലാം നമുക്ക് സമ്മാനിച്ച മഹാനായ ലോഹിതദാസ് സാറിന്റെ ഓർമ്മകളോടൊപ്പമുള്ള ഓർമ്മയിലെന്നും എന്ന പരിപാടിയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്.